മുഖ്യമന്ത്രി എന്ന പേര് പറയാൻ ഇയാൾ യോഗ്യനല്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? മുഖ്യമന്ത്രി എന്നതൊരു വലിയ പദവിയാണ്. ഈ രാജ്യത്തിലെ അധികാരത്തിന്റെ പദവിയാണ്. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, MLA, MP ഇതൊക്കെ തെരഞ്ഞെടുത്താൽ ജനങ്ങളുടെ ആളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഒരു ജില്ലയെ മുഴുവൻ അപരവൽക്കരിക്കുക, അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ? ഇയാളെ മുഖ്യമന്ത്രി എന്ന പേര് പോലും പറയാൻ യോഗ്യനല്ല. കാരണം ഇയാൾ വെറും പിണറായിയാണ്. കാരണം ഒരു മുഖ്യമന്ത്രി എന്ന പദവിയോട് 10 രൂപയുടെ മര്യാദയുണ്ടെങ്കിൽ അയാൾ ഈ വൃത്തികേട് ചെയ്യുമായിരുന്നില്ല. ഏറ്റവും മോശമാം വിധത്തിലാണ് അയാൾ ഇന്ന് ഒരു ജില്ലയെ മുഴുവൻ അപരവൽക്കരിച്ചു നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ പത്രക്കാരുടെ മുമ്പിൽ മുഴുവൻ പിണറായി വിജയൻ നാടകം കളിച്ചല്ലോ. എന്തായിരുന്നു തമാശകൾ? ആലോചിച്ച് നോക്കണം. ഇന്നത്തെ പത്രം മുഴുവൻ എടുത്തു നോക്കിയപ്പോ എല്ലാ പത്രവും എല്ലാവർക്കും മനസ്സിലായി ഒരു മനുഷ്യൻ, ഒരു മുഖ്യമന്ത്രിയെ ഇതിനേക്കാൾ കൂടുതൽ പരിഹാസം ഏറ്റുവാങ്ങിയ ചരിത്രം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. കേരള രാഷ്ട്രീയത്തിൽ ഇന്നലെ അയാളുടെ ചിരി കാണുമ്പോണ്ടല്ലോ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാളൊരു അവിഞ്ഞ കോട്ടിട്ടിട്ട് അമേരിക്കയിലെ ടൈം സ്ക്വയറിൽ ഇരുന്ന് ഒരു ഇരുത്തുണ്ടല്ലോ, ഇരുമ്പിന്റെ കസേരയിൽ. ഈ എൻ്റെ സഖാക്കളെ കുറച്ചൊക്കെ ഒരു ഉളുപ്പും മര്യാദകളോ ഇപ്പോഴും അതിന് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഇയാളെ ഈ സീനൊക്കെ ഒന്ന് എടുത്തു. എന്തൊരു അപമാനാണോ, എന്തൊരു പരിഹാസമാണ്. ഇയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ സങ്കടം കൊണ്ട് പറയാൻ നമ്മൾ ഈ നാട്ടുകാരല്ലേ. ഒരു മനുഷ്യൻ ഒരു അവിഞ്ഞ കോട്ടും കൊള്ളാത്തൊരു സൂട്ടും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ ഇരുമ്പിന്റെ കസേരല്ല ഒരു അവിഞ്ഞ ഇരുത്തുണ്ട്. ആലോചകങ്ങൾ ഇന്നലെ ചിരിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ്, എന്ത് ചിരിയാടോ ഇത്? അടുത്ത് തന്നെ കുതിരവട്ടത്ത് കൊണ്ടുപോകേണ്ട കേസാണിത്. ഞാൻ കാര്യമായിട്ട് CBI എന്തോ കുഴപ്പമായാൽ കണ്ട് തമാശ എന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിൽ ഇന്നലെ ഈ ആദ്യം ചിരിച്ചിട്ട് കൂടെ വെക്കുന്ന പത്രക്കാരനൊന്നും ചിരിക്കണ്ടേ? കാരണം ഇത് ചിരിച്ചാൽ സൂക്ഷിക്കണം, എന്തോ കുഴപ്പമായിരിക്കും. ഇതിനേക്കാൾ വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഇയാള് ഒരു കാര്യം ഉറപ്പാണ്, ഈ മനുഷ്യൻ അങ്ങനെ ഞാൻ ദ്വാരക്കുന്ന ഓരോ എൻ്റെ ഉമ്മക്ക് അല്ലാഹുവേ ആരോഗ്യവും ആയുസ്സൊക്കെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്ന പ്രാർത്ഥനയാണ് ഈ പിണറായി വിജയൻ ആയുസ് കൊടുക്കണേ, പെട്ടെന്ന് തീരരുത്. ചെയ്ത ദ്രോഹങ്ങൾ മുഴുവനുണ്ടല്ലോ. ഞാനൊരു വ്യക്തിയല്ലേ, എന്നെ അനുഭവിച്ചത് എനിക്കറിയാമല്ലോ. നിരപരാധികളെ എത്ര പേര്, എത്ര ചോരയുടെ കറയുണ്ട് പിണറായി നിന്റെ ജീവിതത്തിൽ, എത്ര പാപമുണ്ട്. അങ്ങനെ തീരുമോ? ഇന്നലെ പൊട്ടിച്ചിരിക്കുമ്പോണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ പുറത്തല്ല വയർക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സന്തോഷത്തിന്റെ ഒരു വിയർപ്പ് അകത്തും ഒഴുകുന്നുണ്ട്. എത്ര പേർക്കുണ്ടാകും അത്? എത്ര പേർക്കുണ്ടാകും? എത്ര പാവങ്ങളെ പീഡിപ്പിച്ചൊരു മനുഷ്യനാണ്. എത്ര കുടുംബങ്ങൾ, എത്ര പേരുടെ ചോര നിസ്സാരമാണെന്ന് വിചാരിക്കുന്നല്ലോ നിങ്ങൾ. ഇന്നലത്തെ ചിരി ഉണ്ടല്ലോ, ആ ചിരി മതി ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറയാൻ സഖാവേ. ഇതിനേക്കാൾ അപമാനിക്കപ്പെട്ട് കേരളത്തിലൊരു മുഖ്യമന്ത്രി PR എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എൻ്റെ സഖാവേ, ഇടത്തും വലത്തും PR ഇരുന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുക ഒരു മുഖ്യമന്ത്രി. 60 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാക്കുക. 76 വയസ്സായി, 16 വയസ്സ് ആലോചിച്ചോ. അന്നത്തെ കാലത്ത് 60 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈ ചങ്ങായിക്ക് വർത്താനം പറയണമെങ്കിൽ ഇടത്തും വലത്തും PR വേണമെങ്കിൽ ഈ പണി നിർത്തിയിട്ട് വേറെ പല ഏർപ്പാടിനും പറഞ്ഞു വിട്ടോ. അതല്ലേ സഖാക്കൾ ചെയ്യേണ്ടത്? അതല്ലേ ചെയ്യേണ്ടത്? ഒരു വർത്താനം പറയാൻ കഴിയുന്നുണ്ടോ? ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയാണ്, സംഭവിക്കാൻ പോണത് എന്താ അറിയോ? നിങ്ങള് ADGPയെ മാറ്റാൻ പോവാണ്. നാളെയോ മറ്റന്നാളോ ഒക്കെ മാറ്റും. നിയമസഭ നടക്കുമ്പോൾ മാറും. പിണറായി രക്ഷപ്പെടുകയാണ്. ADGP ആണോ പ്രശ്നം? ശശിയാണോ പ്രശ്നം? ശിവശങ്കരനാണോ പ്രശ്നം? സഖാവേ, പ്രശ്നം പിണറായി വിജയനാണ്. നിങ്ങൾ ഇവരൊന്നും മാറ്റിയിട്ട് കാര്യമില്ല. ശിവശങ്കരൻ കോടികൾ അടിച്ചു മാറ്റി. ശിവശങ്കരനെ മാറ്റി ആരാ കൊണ്ടുവന്ന്? ശശി പാഞ്ഞു വന്നിട്ട് ആകാശത്ത് നിന്ന് പൊട്ടിയിറങ്ങിയതാ നിയമസഭയിൽ. ശിവശങ്കരൻ കഴിഞ്ഞാൽ പിന്നെ പറ്റിയൊരു കളറെ കൂട്ടിന് കിട്ടണം. ശശിനെ കൊണ്ടുവന്നു അല്ലേ? നിങ്ങൾ ADGP അജിത് കുമാറിനെ മാറ്റിയാൽ വേറെ അതിനേക്കാൾ വലിയ മൂരാച്ചി RSSകാരനെ കൊണ്ടുവരും. സുജിത്താത്തിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്താൽ വേറെ പോസ്റ്റിൽ അവരെ വെക്കും. ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നവരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. മുഖ്യമന്ത്രി ഉള്ളിടത്തോളം കാലം ചികിത്സ വേണ്ടത് എന്തിനാണ്? വേരിനല്ലേ, അല്ലാതെ കൊമ്പിനാണോ? ശശിയാണോ മാറ്റേണ്ടത്? ADGP ആണോ മാറ്റേണ്ടത്? ADGPയെ മാറ്റിയും നാടകം കളിക്കും സഖാവേ, തീരൂല. പിണറായി വിജയനെയാണ് മാറ്റാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടത്. പോലീസിൽ സംഖ്യയൊക്കെ ഉണ്ടാവും. സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുക എന്നത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരുടെ ബാധ്യതയാണ്. മുസ്ലിം ലീഗ് അതൊരു ഉത്തരവാദിത്തമായിട്ട് പാർട്ടിയുടെ തുടക്കം മുതലേ എടുത്ത പാർട്ടിയാണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ലീഗിൻ്റെ ഒരു കടന്നുവരവിൻ്റെ കാലം
സാധാരണക്കാരായ മനുഷ്യരുടെ, പാവങ്ങളായ മനുഷ്യരുടെ ഒരു പാർട്ടിയായി വന്നു മുസ്ലിം ലീഗ്. ഏറനാട്ടിലെയും മലബാറിലെ പൊതുവേയും സമ്പന്നരും ആഢ്യന്മാരുമായ എല്ലാവരും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ നിരാകരിക്കുകയും ഇതൊരബദ്ധമാണെന്നും തെറ്റായ വഴിയിലേക്കുള്ള യാത്രയാണെന്നും പറഞ്ഞ് നിരസിക്കുകയും ചെയ്ത കാലത്താണ് മുസ്ലിം ലീഗ് അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ ചില ക്രമങ്ങളുണ്ടായിരുന്നു. ഒരു കാലത്ത് രാജാക്കന്മാർ, അവരായിരുന്നു വലിയ ആളുകൾ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കയ്യൂക്കുള്ളവൻ നാട്ടിലെ വലിയ ആളായി. അത് കഴിഞ്ഞപ്പോൾ സമ്പന്നൻ നാട്ടിലെ വലിയ ആളായി. ഏകദേശം ഒരു ജനാധിപത്യ രാജ്യമായി വരുന്നതോടുകൂടെ അധികാരമുള്ളവൻ അവർക്കായി രാജ്യത്തിലെ ശക്തി എന്ന് പറയുന്നത്. ഈ പാവപ്പെട്ട ഒരു സാധാരണക്കാരൻ്റെ രാഷ്ട്രീയ സംഘടന പതിയെ പതിയെ അധികാരത്തിലേക്ക് കടന്നു വരുന്ന വഴി അധികാര രാഷ്ട്രീയത്തിൻ്റെ കരുത്ത് അവരുടെ കൈകളിലേക്ക് വന്നപ്പോഴാണ് സമ്പന്നന്മാർ മുസ്ലിം ലീഗ് പാർട്ടിയെ തിരഞ്ഞു വരുന്നത്. തനി സാധാരണക്കാരുടെ ഒരു പാർട്ടി. ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്ന സമയത്ത് അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഒരു വിധവാ പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നത് പോലും നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിലെ ഒരു സദക്കക്ക് തുല്യമായ പ്രവർത്തനമാണ്. അവർക്ക് മാസാമാസം അങ്ങനെ ഒരു ആനുകൂല്യം കിട്ടാൻ നിങ്ങൾ കാരണക്കാരായാൽ അതിൽ പുണ്യമുണ്ട് എന്ന് പ്രവർത്തകരെ പഠിപ്പിച്ചു. ഈ പാവങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകളെ അതിജയിക്കാൻ പല്ലത്തുള്ളി പെരുവെള്ളം എന്ന പോലെ ആ ചെറിയ ചെറിയ കൂട്ടങ്ങളുടെ ചെറിയ സഹായങ്ങൾ വലുതായി ഭവിച്ച് ആളുകളെ ചേർത്തു പിടിക്കുന്ന ഒരു സംസ്കാരം വന്നു. അധികാരവും സൗകര്യങ്ങളും ഒക്കെ കൂടി വരുന്നതിനനുസരിച്ച് ഈ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ആധിക്യവും ലീഗ് രാഷ്ട്രീയമായി വർദ്ധിപ്പിച്ചു വന്നു. ഇത് മുസ്ലിം ലീഗിന്റെ ഒരു പൊതുയോഗം കൂടിയാണ്. എന്നാൽ ഇതൊരു ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ്. അങ്ങനെയാണ്. ചാരിറ്റി മാത്രം എന്ന് പറയുന്നത് അല്ല ലീഗ് രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി. ലീഗ് ഒരു പൊതു രാഷ്ട്രീയ സംഘടനയാണ്. ചാരിറ്റി എന്നത് ഇപ്പോൾ ഇന്ത്യയിലെ സംഘ് പരിവാർ തന്നെ മറയാക്കിയെടുക്കുന്ന ഒരു രീതിയുണ്ട്. വയനാട്ടിലെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ടതിൻ്റെ പാർട്ടിയുടെ പാക്കേജ് നയിക്കുന്ന ഒരാളാണ് എൻ്റെ ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ ബഷീർ സാഹിബ്. ആ ദുരന്തമുണ്ടായി അവിടെ ചെല്ലുമ്പോൾ നിങ്ങളൊക്കെ കണ്ട ഒരു കാഴ്ചയുണ്ട്. സേവാഭാരതിയുടെ പ്രവർത്തകന്മാർ ഇങ്ങനെ നിരയായി നിന്ന് അവരും ഈ പ്രവർത്തനങ്ങളിലുണ്ട്. എന്ന് വെച്ചാൽ സംഘപരിവാരവും ചാരിറ്റി പ്രവർത്തനങ്ങളെ ഒരു പ്രവർത്തനമായി തന്നെ സ്വീകരിക്കുന്നു, ജനങ്ങൾക്കിടയിൽ അംഗീകാരമുണ്ടാക്കാൻ. പക്ഷെ അതിനിടയിൽ സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി കയറി രാഷ്ട്രീയ മുതലെടുക്കുന്നത് കൂടെ അവരുടെ രീതിയാണ് എന്ന് മാത്രം. പൂരം കലക്കാൻ പോയിടത്ത് സുരേഷ് ഗോപി പോയത് ആംബുലൻസിലാണ്, സേവാഭാരതിയുടെ. അപ്പൊ അവരുടെ ആംബുലൻസ് നമ്മൾ വിചാരിക്കുന്ന റൂട്ടിലേക്കല്ല പോണത്. ആ ചാരിറ്റിയുടെ വർക്ക് എന്താണ് എന്ന് ആ ആംബുലൻസിൽ സുരേഷ് ഗോപി കയറി ജയിക്കുന്നതോടുകൂടെ മനസ്സിലാവുന്നുണ്ട്. ലീഗിന്റെ ചാരിറ്റി ഈ ദുനിയാവിലെ സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല, അതൊരു നിയ്യത്താണ്. ദുനിയാവിലെ രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി ചാരിറ്റിയെ മനസ്സിൽ പോലും കരുതുകയും ചെയ്യരുത്. രാഷ്ട്രീയം വേറെയാണ്. രാഷ്ട്രീയത്തെ മറന്നു പോവുകയും ചെയ്യരുത്. മറന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനെയൊക്കെ മറയാക്കി വരുന്ന ഫാഷിസം കടന്നു വരുന്നത് പോലും അറിയാതെ പോകും. രാഷ്ട്രീയത്തെ മറന്നുകൊണ്ട് ഒരു ചാരിറ്റിയും ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ലാത്തതാണ് എന്ന് ഇത്തരമൊരു വേദിയിൽ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് വളരെ കൃത്യമായ ഒന്നാണ്. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, കേരളത്തിൽ സമീപകാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മളുടെ ഒരു ദൈനംദിന ജീവിതത്തെ മാത്രമല്ല, മലയാളി ആർജിച്ചെടുത്തിട്ടുള്ള രാഷ്ട്രീയ ബോധത്തെ, സാംസ്കാരിക ബോധത്തെ, മലയാളിയുടെ പൊതുജീവിതം അതിജയിച്ചു വന്ന കാലങ്ങളെയൊക്കെ നിരാകരിക്കുന്ന, നമ്മെ വിസ്മയിപ്പിക്കുന്ന
കാഴ്ചകൾ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഒരു 8 വർഷക്കാലം വേണമെങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ബ്ലാക്ക് ഇയേഴ്സ് എന്ന് പറയാവുന്ന, കറുത്ത വർഷങ്ങൾ എന്ന് പറയാവുന്ന 8 കൊല്ലക്കാലമാണ് കഴിഞ്ഞു പോയത്. ആ 8 കൊല്ലക്കാലം എത്രമാത്രം നഷ്ടമാണ് ഒരു കേരളം എന്ന നിലയ്ക്ക് നമുക്കുണ്ടായത്. അതൊരു കേവലമായ ഒരു ഭരണത്തിലെ അഴിമതിയുടെ, സ്വജനപക്ഷപാതത്തിന്റെ, സംഘീവൽക്കരണത്തിന്റെ മാത്രം പ്രശ്നമായിരുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് അരീക്കോട് നഗരത്തിലാണ്. ഇതാ ഇവിടെ ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഹോട്ടലുണ്ട്, എല്ലാം ഇവിടെയുണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്ക്, ഒരു 8 കൊല്ലത്തിന്റെ അവരുടെ ബിസിനസിന്റെ അതിജീവനം എന്താണ്? എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ. കൊറോണ വന്നു, കോവിഡിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ആ സമയത്തുണ്ടായി. മാസങ്ങളോളം കടകൾ അടച്ചു. മുതലാളിമാർക്ക് ചിലരൊക്കെ വാടക വിട്ടുകൊടുക്കുമ്പോഴും അവന്റെ വരുമാനം നഷ്ടമാണ്. വാടക വിട്ടുകൊടുത്താലും അവന്റെ കടകളിൽ ദൈനംദിനം അവന് ജീവിക്കാൻ കഴിയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടായ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഒരുപാട്. മലപ്പുറം ജില്ലയുടെ തെരുവുകളിൽ മാത്രം കോവിഡാനന്തരം അടച്ചുപൂട്ടിയ എത്ര സ്ഥാപനങ്ങളുണ്ടെന്ന് നിങ്ങൾ കണക്കെടുത്ത് പരിശോധിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞപ്പോൾ പ്രളയം വന്നു, പിന്നെയും അത് കഴിഞ്ഞപ്പോൾ മഹാമാരി വന്നു, പിന്നെയും വേറെ നിരന്തരമായ സൂക്കേടുകൾ, പ്രശ്നങ്ങൾ. ഇതാ അവസാനം ആയിരക്കണക്കിന് ആളുകൾ മരിച്ച ഇന്ത്യയിലെ മഹാദുരന്തമായി വയനാട് ഒരു കണ്ണുനീരായി നമ്മളുടെ മുമ്പിലുണ്ട്. 8 കൊല്ലക്കാലം. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാതെ തള്ളിക്കളയുകയും ചെയ്യാം. ഞാനത് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷേ എന്നാലും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ മനുഷ്യൻ, കേരളത്തിലെ ഈ പിണറായി വിജയൻ എന്ന മനുഷ്യൻ കാലെടുത്ത് സത്യപ്രതിജ്ഞ ചൊല്ലിയത് മുതൽ കഷ്ടപ്പാടാണ്. അലമ്പ് എന്ന് പറയില്ലേ നമ്മള്? എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഇതെങ്ങനെ വരുന്നത്? വിട്ടൊഴിയാത്ത ദുരന്തങ്ങളാണ്, മാറി മാറി വരുന്ന കഷ്ടപ്പാടുകളാണ്. മനുഷ്യർ, കടക്കാർ, സാധാരണക്കാർ, തട്ടുകടക്കാരൻ, സാധാരണ പീഡികക്കാരൻ എല്ലാവരും ഈ ദുരന്തം അനുഭവിച്ചവരാണ്. കാരണം എന്താ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ? മലയാളി ചെയ്തു പോയ ഒരു മഹാ തെറ്റുണ്ട്. അതൊരു ചെറിയ തെറ്റല്ല. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ അതിന്റെ പിറകിൽ നെഞ്ചത്താർത്തലച്ചു കരയുന്ന മലയാളിയെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ നെഞ്ചത്തടി കൊണ്ടും തീരാത്ത പാപമാണ് മനുഷ്യസ്നേഹിയായ ഒരു മനുഷ്യനോട് ഈ നാട് കാണിച്ചത്. അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതല്ല വിഷയം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഒരു മനുഷ്യനെ നിങ്ങൾക്കും എനിക്കും വേണ്ടി, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഉറങ്ങാതെ, ഞാൻ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ നിയമസഭയിൽ ബഷീർ സാഹിബ് ഞങ്ങളൊക്കെ നിൽക്കുമ്പോൾ പരസ്പരം ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. ഇതെന്തൊരു മനുഷ്യനാണ്, എന്തൊരു അത്ഭുതമാണ്. അവനവനെ കുറിച്ച് ചിന്തിക്കാതെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ കുറിച്ച്, ദാരിദ്ര്യത്തെ കുറിച്ച് ഒരു പ്രശ്നം അധികാരിയുടെ മുമ്പിൽ കൺവിൻസ് ചെയ്യിക്കണമെങ്കിൽ അത് ഇതുപോലെ എളുപ്പമായ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഈ അങ്ങാടിയിലെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പച്ചയായ ഒരു സംഭവം, യാഥാർത്ഥ്യം ഒരു 10 മിനിറ്റ് പറയുമ്പോൾ ഉമ്മൻചാണ്ടി മനസ്സിലാക്കും. അവർക്ക് വേണ്ടി അതിന്റെ സൊല്യൂഷൻ പറയും. ഇന്ന വഴിക്ക് പോകാമെന്ന് പറയും. എന്റെ മണ്ഡലത്തിൽ ഒരു പാവം മനുഷ്യനുണ്ട്, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. അയാളുടെ ദാരിദ്ര്യം, അയാളുടെ കഷ്ടപ്പാട്, അയാളുടെ വിഷമം ഞാൻ ഇങ്ങനെ പറയുമ്പോഴേക്കും നോക്കുമ്പോൾ ആ മനുഷ്യനും എന്നെ പോലെ തന്നെ അലിയുന്നുണ്ടാവും. അങ്ങനെ ഒരു മനുഷ്യൻ, അയാളെ നമുക്ക് തോൽപ്പിച്ചു വിടാമായിരുന്നില്ല. പക്ഷെ കേരളത്തിലെ ഈ മുഖ്യമന്ത്രി ഉണ്ടല്ലോ, നമ്മളുടെ ഒക്കെ കയ്യിൽ അയാളുടെ പഴയ ഡിജിറ്റൽ റെക്കോർഡ്സുകളില്ലേ, പരിശോധിച്ചു നോക്ക്. എത്ര വൃത്തികെട്ട വഴികൾ ഉപയോഗിച്ചാണ് ആ മനുഷ്യനെ താഴെ ഇറക്കിയത്. ഏതെല്ലാം വൃത്തികേട്. രാഷ്ട്രീയം പറഞ്ഞ് തോൽപ്പിക്കാമായിരുന്നില്ലേ ഉമ്മൻചാണ്ടി? ആ പാവം വൃദ്ധനായ മനുഷ്യനെ ഏറ്റവും മോശപ്പെട്ട കഥകൾ പറഞ്ഞ്, ഒരു പെണ്ണിനെ ഇറക്കി, കുടുംബത്തെ അപമാനിച്ച്, മക്കളെ അപമാനിച്ച്, ആ മനുഷ്യൻ അപ്പോഴും ഇതൊക്കെ ഒരു സ്വാഭാവികം എന്ന് പറഞ്ഞ് അങ്ങ് വടങ്ങി നിൽക്കുകയായിരുന്നു. ആ മനുഷ്യനെ നിങ്ങൾ പറഞ്ഞയച്ചു നമ്മൾ ഈ നാട്ടിൽ നിന്ന്. പിന്നെയാണ് കേരളത്തിന്റെ മഹാദുരന്തം എന്ന് പറയാവുന്ന ഇയാൾ കേരളത്തിന്റെ അധികാരത്തിലേക്ക് കാലെടുത്തു വെച്ചത്. അന്ന് തുടങ്ങിയതാണിത്. ഈ ദുരന്തം, ഈ കഷ്ടപ്പാട് ഒരു ശാപം പോലെ, അശനിപാതം പോലെ കേരള രാഷ്ട്രീയത്തിന്റെ തലപ്പത്ത് ഈ മനുഷ്യൻ വന്നു പെട്ടത് മുതലാണ്. ഒരിക്കൽ സഹികെട്ടാണ് ഞാൻ നിയമസഭയിൽ വെച്ച് പറഞ്ഞത്, ഇയാള് ജൂനിയർ മാൻഡ്രാക്ക് അല്ല, സീനിയർ മാൻഡ്രാക്ക് ആണ്. സത്യം പറഞ്ഞാൽ അറം പറ്റിയ പോലെയാണ്. മാൻഡ്രാക്ക് നിങ്ങൾക്ക് അറിയാലോ, ഒരു സിനിമ ഉണ്ട്. ഏത് സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചാലും ആ തല കൊണ്ടുപോയി വെച്ചാൽ കാലക്കടാണ്. പൊളിയാത്ത മതിൽ പൊളിയും, വീഴാത്ത ഓടുതലയിൽ വീടും,
കഷ്ടപ്പാട്. അത് ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. ഞാൻ പറഞ്ഞു ഇയാള് ജൂനിയർ അല്ല, ഇയാള് സീനിയർ ആണ്. 8 കൊല്ലം ഞാൻ ആ പറഞ്ഞ കാര്യം വെച്ചൊന്ന് പരിശോധിച്ച് നോക്ക്. വയനാട്ടിൽ പൊട്ടി ഒലിച്ച മല അടക്കം പരിശോധിച്ചാൽ മനസ്സിലാവും ഇത് ഭൂലോക സീനിയർ മാൻഡ്രേക്കാണ്. ജൂനിയർ മാൻഡ്രാക്കില് ആ മാൻഡ്രാക്കിനെ ഒഴിവാക്കാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം? ആ തല കൊണ്ടുപോയിട്ട് വേറൊക്കെ കൊടുത്താൽ തീരൂല. സന്തോഷപൂർവ്വം അയാൾ സ്വീകരിക്കണം. കേരളത്തിലേക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആ നാഗ്പൂരിൽ കൊണ്ടുപോയി ഈ സാധനത്തെ സന്തോഷപൂർവ്വം RSSകാരനെ ഏൽപ്പിച്ചാൽ ഒരു പക്ഷേ ഈ നാട് രക്ഷപ്പെടും. എന്റെ CPMകാരാ, നിനക്ക് രക്ഷപ്പെടാവുന്ന ഏക പണി അതാണ്. ഈ മുതലിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ RSSകാരോട് പറ. അവരിപ്പോ സന്തോഷത്തിലൊന്നല്ല, ഇത് അത്യാവശ്യം ഉപയോഗിച്ച് കളയാനുള്ള ഏർപ്പാടാണ്. പക്ഷെ അവരോട് ഈ മാൻഡ്രേക്കിനെ ഒന്ന് സ്വീകരിക്കാൻ പറ. നാട്ടിൽ കഷ്ടപ്പാടാണ്, നിൽക്കാൻ വയ്യ. നിന്നോണ്ടിക്കണ ഭൂമി എപ്പോഴാ പളരാന്നറിയില്ല. ആ ജാതി മുതലാ ഭരിക്കണത്. എന്തൊരു ദുരന്തമാണ് ഈ രാജ്യത്ത് ഇയാൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങളിത് വെറുതെ പറയുന്നതാണോ? ഈ കേരളത്തിലെ എന്താണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്ന സമയത്ത് ഞാൻ നിയമസഭയിലുണ്ട്, ബഷീർക്കൊക്കെ ഉണ്ട്. ഞങ്ങൾ വന്നതിന്റെ പിറ്റേന്ന് CPMകാർ ഇറങ്ങി പുറപ്പെടുന്ന പോലെ സമരമായിട്ട് പുറപ്പെട്ടതാണോ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. കാത്തിരുന്നു. ഒരുപാട് മീറ്റിങ്ങുകളിൽ അദ്ദേഹവുമായി നിരന്തരം ബന്ധപ്പെട്ടു. 1 കൊല്ലം 2 കൊല്ലം. ഞങ്ങൾക്ക് മനസ്സിലായി ഈ മനുഷ്യൻ വഴങ്ങുകയല്ല, കൃത്യമായ അജണ്ടയോടുകൂടി ഇയാൾ ഭരിക്കുകയാണെന്ന് പതിയെ പതിയെ ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് എതിർപ്പുകൾ ആരംഭിക്കുന്നത്. എങ്ങനെയാ പിണറായി വിജയൻ വന്ന സമയം മുഴുവൻ 2016 മുതൽ പരിശോധിക്കും നിങ്ങൾ. പതുക്കെ അതുവരെ എങ്ങനെയായിരുന്നു? ചന്ദ്രശേഖരൻ വധക്കേസ്, ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് അനുബന്ധമായി നിരവധി ആ കൊലപാതകത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെ എത്തിപ്പെടുമോ കേസ് എന്ന് സംശയിക്കാവുന്ന വിധത്തിൽ മോഹനൻ മാഷിൽ തട്ടിരുന്ന ആ കേസ് കോടതിയിലെത്തി. പ്രതികൾ ജയിലിലായി. ആ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി വരുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് TP ചന്ദ്രശേഖരന്റെ പ്രതികളെ ഇയാൾ ഓമനിച്ചുകൊണ്ട് നടക്കുന്നതാണ്, താലോലിക്കുന്നതാണ്. ഷുക്കൂർ എന്ന് പറയുന്ന ഒരു പാവം ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തിയ കേസ് തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായി ഇറങ്ങിപ്പോകുമ്പോൾ അവസാനം ഗവൺമെന്റ് CBIക്ക് വിട്ടതാണ്. നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയായി വന്ന പിണറായി വിജയൻ ആ CBIക്ക് കൊടുക്കാൻ പറ്റില്ലെന്ന് കേസ് ഗവൺമെന്റ് വാദിക്കുന്നതാണ്. തീരുന്നില്ല. ഷുക്കൂർ കേസിലെ കൊലയാളികൾക്ക് വേണ്ടി, TP ചന്ദ്രശേഖർ വധക്കേസിലെ കൊലയാളികൾക്ക് വേണ്ടി ഗവൺമെന്റിന്റെ പണം പോലും വിനിയോഗിക്കുമാറ് കോടതികളിൽ കയറി ഇറങ്ങുന്ന പിണറായി വിജയനാണ് പതുക്കെ കാണുന്നത്. എന്ന് വെച്ചാൽ കൊലയാളികളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായി പതുക്കെ. പിന്നീട് ഷുക്കൂർ കേസും TP ചന്ദ്രശേഖരൻ വധക്കേസും ഉണ്ടാക്കിയ കേരള രാഷ്ട്രീയത്തിലെ ഒരു മാറ്റമുണ്ട്. എന്താണത്? ഒരു കണ്ണൂരിൽ 10 കൊല്ലം MLA ആയ ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ 2 കേസുകളിലും ഞങ്ങൾ സ്വീകരിച്ച ഒരു നിലപാടിതാണ്: കൊന്നവൻ വേണ്ട, കൊന്നവനെ വിട്ടേക്ക്. ഒരു കത്തിയെ ശിക്ഷിക്കുന്നത് പോലെ, ഒരു ബോംബിനെ ശിക്ഷിക്കുന്നത് പോലെയാണ് കൊന്നവനെ നമ്മൾ തിരഞ്ഞുപോയി ജയിലിൽ അടക്കുന്നത്. കൊന്നവനെയല്ല, കൊല്ലിച്ചവനെ. അവനെ പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് P ജയരാജനെ പ്രതിയാക്കുന്നത്, TV രാജേഷിനെ പ്രതിയാക്കുന്നത്. TP ചന്ദ്രശേഖരന്റെ വധക്കേസ് മുഖ്യമന്ത്രിയോളം എത്തുമോ, പിണറായിയോളം എത്തുമോ എന്ന് നമ്മൾ സംശയിക്കുന്ന അന്വേഷണം ഉണ്ടാവുന്നത്. ഭയപ്പെട്ടു CPM, ഭയപ്പെട്ടു. കാര്യങ്ങൾ സുതാര്യമാവുകയാണ്. ഇനി പഴയ പോലെ അവിടുന്നും ഇവിടുന്നും കുറച്ച് പ്രതികളെ ഇറക്കി കൊന്നിട്ട് അവസാനം അവന്റെ കുടുംബത്തെ പാർട്ടി സ്പോൺസർ ചെയ്ത് പിന്നെ കൊല്ലാൻ വേറെ ആളെ ഇറക്കാം എന്ന നിലപാട് ഇനി പറ്റില്ലെന്ന ഭയം വന്നു കേരളത്തിലെ ഇടതുപക്ഷത്തിന്, CPMന്. അതാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിനും ഷുക്കൂർ കേസിനും ഉണ്ടായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഒരു പരിണതി എന്ന് പറയുന്നത്. അതിൽ ഭയമുണ്ടായി. ആ ഭയമുണ്ടായതിനു ശേഷം സംഭവിക്കുന്ന രണ്ടാമത്തെ ഒരു പരിവർത്തനം എന്താണെന്ന് അറിയുമോ? ജയിലിൽ കിടക്കുന്ന പ്രതികളെ, ഷാഫിയെ പോലെ ഇതുപോലെയുള്ള മഹാക്രിമിനലുകൾ, ഈ ക്രിമിനലുകളെ ജയിലിനകത്തു വെച്ച് ഇവർ ഉപയോഗിക്കുക. എങ്ങനെ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന സ്വർണം മുതൽ ബാംഗ്ലൂർ റൂട്ടിൽ ഓടുന്ന പണം കൊണ്ടുപോകുന്ന ആളുകളെ വരെ നോട്ട് ചെയ്യുന്നത് ജയിലിനകത്തിരുന്ന് ഈ പറയുന്ന TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ, ഗുണ്ടകൾ. എന്നിട്ട് അവരുടെ ആളുകൾ പുറത്തു നിന്ന് ഇത് പിടിക്കുക, അതിന്റെ വിഹിതം ഇവർക്ക് എത്തിക്കുക. സുഖലോലുപന്മാരായി പ്രതികൾ ഇങ്ങനെ വാഴുക. അതിനിടയിലാണ് കുഞ്ഞനന്ദൻ അതിനകത്ത് വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണ്. അയാൾക്ക് അമിതമായ പാർട്ടി വിധേയത്വം, സാമ്പത്തിക താല്പര്യങ്ങളില്ല.
എന്നാൽ ഈ മാറുന്ന രീതി പതുക്കെ പതുക്കെ കുഞ്ഞനന്തൻ മനസ്സിലാക്കി. കുഞ്ഞനന്തൻ ഈ നിലപാടുകളെ വിമർശിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, ഞങ്ങളെ കൊല്ലാൻ പറഞ്ഞു വിട്ടവൻ അങ്ങ് സുഖമായി ഭരിക്കുകയാണ്, അത് പോരാ, മറിച്ച് ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് കുഞ്ഞനന്തൻ ഡിമാൻഡ് വച്ചു തുടങ്ങുക വഴി കുഞ്ഞനന്തൻ നിശബ്ദമാകേണ്ടത് ആവശ്യമായി വന്നു. ആ പശ്ചാത്തലത്തിലാണ് ഞാൻ പറഞ്ഞത്, കുഞ്ഞനന്തൻ അങ്ങനെ വെറുതെ മരിച്ചുപോയതല്ല. കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അന്വേഷിക്കണം. ഈ അരീക്കോട്ടുകാർക്കറിയില്ലേ, ഞാനത് പറഞ്ഞതിന്റെ പിറ്റേന്ന് CPM-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി ഗോവിന്ദൻ പറഞ്ഞത് ഷാജിയുടെ പേരിൽ കേസ് കൊടുക്കുമെന്നാണ്. പ്രിയപ്പെട്ട ഗോവിന്ദൻ, പ്രിയപ്പെട്ട പാർട്ടി സെക്രട്ടറി KM ഷാജി ഇപ്പോഴുണ്ടല്ലോ, എന്റെ പേരിൽ നിങ്ങൾ കേസ് കൊടുത്ത് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ പുതിയ സാഹചര്യത്തിൽ കേസ് കൊടുക്കാൻ പരിപാടി ഉണ്ടോ? കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒരു കേസ് നിങ്ങൾ കൊടുക്ക്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്താണെന്ന് അറിയുമോ? അതിന്റെ പേരിൽ ഒരു FIR വേണം. ഒരു FIR ഇടും നിങ്ങൾ. എന്നിട്ട് എന്താ സംഭവിച്ചത് എന്ന് ബാക്കി ഞങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ FIR ഇട്. എന്താ FIR ഇടാത്തത്? ഇടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യിക്കുന്നതാണ് കൊല്ലുക, എന്നിട്ട് പിന്നെയോ കൊന്നവനെ കൊല്ലിക്കുക, അത് കഴിഞ്ഞ് പിന്നെയോ അവനെ കൊന്നവനെ പതുക്കെ ബഹിഷ്കൃതനാക്കി നശിപ്പിച്ചു കളയുക. ഫസൽ വധക്കേസിലെ 3 പ്രതികളെ കൊന്നു. പ്രതികളെ കൊല്ലേണ്ടത് ആരാണ്? ഫസലിന്റെ കുടുംബക്കാരോ ഫസലിന്റെ പാർട്ടിക്കാരനോ അല്ലേ? അവനല്ല. ഫസലിന്റെ കൊലപാതകികളെ കൊല്ലുന്നത് അവനെ കൊല്ലാൻ പറഞ്ഞു വിട്ട പാർട്ടി തന്നെയാണ്. ഷുക്കൂർ വധക്കേസിലെ ഒരു പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു, മറ്റൊരു പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയല്ലെന്ന് നാട്ടുകാർക്ക് അറിയാം. മൻസൂർ വധക്കേസിലെ പ്രതി ആത്മഹത്യ ചെയ്തു അല്ലെന്ന് ആളുകൾക്ക് അറിയാം. അങ്ങനെ എത്ര പേരെ കൊന്നവനെ പിന്നെയും ഈ വൃത്തികെട്ട ഒരു കരാള രാഷ്ട്രീയം പതുക്കെ കേരളത്തിൽ രൂപീകൃതമായി തുടങ്ങി. അതിന്റെ ഒക്കെയും പിറകിൽ നിൽക്കുന്നത് കേരളത്തിലെ CPM-ന്റെ തലതൊട്ടപ്പനാണ്. ഇതിന് കൃത്യമായി പതുക്കെ 2016 മുതൽ ഈ ക്രിമിനലുകൾക്ക് രാഷ്ട്രീയമായ അഭയം കിട്ടി, ഈ ക്രിമിനലുകൾക്ക് സാമ്പത്തികമായ അഭയം കിട്ടി. ഇവർക്ക് ശക്തമായ എന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഇവർക്ക് സൗഹൃദങ്ങൾ ഉണ്ടായി. രാഷ്ട്രീയത്തിലെ കൊള്ളാവുന്നവരെ ഇവർ പിടിച്ചു, രണ്ടാമത് ഉദ്യോഗസ്ഥന്മാരെ ഇവർ പിടിച്ചു, മൂന്നാമത് പോലീസുകാരെ ഇവർ പിടിച്ചു, നാലാമത് ഗുണ്ടകളെ ഇവർ പിടിച്ചു. രാഷ്ട്രീയക്കാർ, ഗുണ്ടകൾ, ബ്യൂറോക്രാറ്റുകൾ, പോലീസുകാർ എന്ന് തുടങ്ങിയിട്ടുള്ള ഒരു അപകടകരമായ ഒരു കൺസോർഷ്യം രൂപപ്പെട്ടു വന്നു. ഈ കൺസോർഷ്യത്തിന്റെ തലപ്പത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ നിന്നു. പിന്നീട് കളയാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2018 ബഹുമാനനായ PT തോമസ് അദ്ദേഹം മരിച്ചുപോയി. ഞങ്ങൾ രണ്ടുപേരും നിയമസഭയുടെ MLA ക്വാർട്ടേഴ്സിൽ നിൽക്കുന്ന സമയത്താണ് ഉന്നതരായ ചില ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളുടെ കൈകളിൽ കൊണ്ടുവന്നു തന്ന രേഖ ഞെട്ടിക്കുന്നതായിരുന്നു. എന്തെന്ന് വെച്ചാൽ 2011 എക്സാലോജിക് അടക്കമുള്ള പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ട് കർത്തയുടെ ഓഫീസിൽ ഒരു റെയ്ഡ് നടക്കുന്നു 2018. ആ റെയ്ഡ് നടക്കുമ്പോ കർത്തയുടെ ഓഫീസിൽ നിന്ന് ഇവർ പിടിച്ചെടുത്ത കുറെ തെളിവുകളുണ്ട്. അതിൽ സുപ്രധാനമായ തെളിവ്, കർത്തയുടെ ഓഫീസിൽ നിന്ന് നിരന്തരമായ പണം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാംഗ്ലൂരിലെ ഓഫീസിലേക്ക് പോകുന്നു. അന്ന് ED-യുടെ റെയ്ഡാണ്. നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത് കർത്തയുടെ ഓഫീസിൽ നിന്ന് പിന്നെ അന്വേഷണം പോകേണ്ടി വരുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ കോൺട്രാക്ടർമാരെന്ന് പറയാൻ കഴിയുന്ന ഊരാലുകളിലേക്കാണ്. ഈ 2 സ്ഥലത്തേക്കാണ്. ഈ വിവരം അറിഞ്ഞു PT തോമസ് പറഞ്ഞു, ഷാജി ഇത് ഗൗരവത്തിൽ ഈ പ്രശ്നത്തെ ആദ്യം കൊണ്ടുവരൂ നിയമസഭയിൽ, രണ്ടാമത്തെ ഞാൻ ഈ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തു, PT-യും ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഞാൻ നിയമസഭയിൽ ഇത് പറയുന്നത് 2020-ലാണ്. ഞാൻ അൻവറിനോട് പറയാൻ ശ്രമിക്കുകയാണ്, അൻവറെ, അന്ന് നിങ്ങൾ നിയമസഭയിലുണ്ട്, ഞങ്ങളും നിയമസഭയിലുണ്ട്. ഞാൻ പറയുന്ന വാക്കുകളെ അന്ന് ട്രോളുകയായിരുന്നു, എതിർക്കുകയായിരുന്നു. ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് അന്ന് ചോദിച്ചത്, അങ്ങയുടെ മകൾ നടത്തുന്ന കമ്പനിയിലേക്ക് എന്തേ എൻക്വയറി പോയില്ല എന്ന് ഞങ്ങൾ ചോദിച്ചില്ലേ? ആ ചോദിച്ചതിന് എന്നോട് ബഷീർ സാഹിബ് സ്റ്റേജിൽ എന്ന് പറയായിരുന്നു. അന്ന് നിയമസഭയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ പിറകിൽ ED വരുമെന്ന് ഞങ്ങൾക്കറിയാം, വിജിലൻസ് വരുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിയമസഭയിൽ ഇത് പറഞ്ഞതിന് ശേഷം 4 കേസുകൾ എനിക്കെതിരെ വന്നു. P. ജയരാജൻ കൊടുത്ത കേസ്, കണ്ണൂരിലെ ഒരു CI ഇതുപോലെ ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ പേരിൽ വ്യക്തിപരമായി എനിക്കെതിരെ കേസ് കൊടുത്തു. 4 കേസ് വന്നു. അത് കഴിഞ്ഞപ്പോ കണ്ണൂരിലെ CPM-ന്റെ അധികാരത്തിന്റെ ഇടനാടിയിൽ നിൽക്കുന്നവർ വന്നിട്ട് പറഞ്ഞു, ഈ പോക്ക് പോകണ്ട, അപകടമാണ്, മിണ്ടാതിരുന്നോ, കേസുകൾ വരും.
ഭയപ്പെടുകയാണ്. അതല്ലാത്ത പക്ഷമോ സുരക്ഷിതമായി മണ്ഡലം അടുത്ത തവണ പിടിക്കേണ്ടതല്ലേ? ഫണ്ട് തരാം, സൗകര്യങ്ങളൊക്കെ വേണ്ടേ? അതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്ന്. ഒരു ഭാഗത്ത് 4 കേസ്, മറുഭാഗത്ത് കോംപ്രമൈസ്. ഈ മുഖ്യമന്ത്രി പറഞ്ഞു വിടുന്നവർ തന്നെ മറുഭാഗത്ത് ഭീഷണിപ്പെടുത്തുകയും മറ്റൊരു ഭാഗത്ത് സൗകര്യപൂർവ്വം നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് നമുക്കറിയാം, അതിനിടയിലാണ് കോവിഡ് വരുന്നത്. കോവിഡ് വരുമ്പോ അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ആളുകൾ അങ്ങ് പേടിച്ചു പോയി. സുഖിമാന്മാരായ സമൂഹം മുഴുവൻ പേടിച്ചു. പടച്ചോനെ തീരുകയാണ്. അങ്ങ് തീർന്നാൽ എന്താണ്? മരിച്ചല്ലേ പോവുള്ളൂ. ഭൂലോക ഭയം. എല്ലാവരും കടകളൊക്കെ അടച്ചിട്ട് പേടിച്ച് പാനിക്കായി. അപ്പോഴാണ് മുഖ്യമന്ത്രി സുവർണാവസരം പോലെ വൈകുന്നേരങ്ങളിൽ വരും, ടിവിയുടെ മുമ്പിൽ വരും. അദ്ദേഹത്തിന്റെ ചില സീനുണ്ട്. നിങ്ങൾ പൂച്ചക്ക് വെള്ളം കൊടുത്തിരുന്ന, നായക്ക് ഭക്ഷണം കൊടുത്തിരുന്ന, വീട്ടിന്റെ പുറത്ത് കാക്ക വരുമ്പോൾ ശ്രദ്ധിക്കണം, എന്തെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചു കൊടുക്കണം. ഓ, എന്തൊരു മനുഷ്യനാണ്. പെണ്ണുങ്ങളൊക്കെ അങ്ങനെ തയ്യാറായിട്ട് കുത്തിർക്കാൻ, ഇതെന്തു മനുഷ്യൻ, ഇവനെ കുറിച്ചാണ് എങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ്. അപ്പൊ ചിറ്റൂരെല്ലാം തുടങ്ങി. പെണ്ണുങ്ങൾക്ക് അപ്പം പൊന്നൂരി കൊടുക്കുമല്ലോ, പൊന്നൂരി കൊടുക്കൽ തുടങ്ങി. ആടിനെ വിൽക്കൽ തുടങ്ങി. കുട്ടികൾ കുഞ്ചി പൊട്ടിക്കൽ തുടങ്ങി. പിന്നെ എന്തെങ്കിലും ഒന്ന് ട്രെൻഡായാൽ പിന്നെ നമ്മുടെ നാട്ടിൽ അതിനൊരു ട്രെൻഡാണ്. അങ്ങനെയാണല്ലോ നമ്മളുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഈ ടിവിയുടെ ഒക്കെ പ്രശ്നം. ഒന്നൊരാൾ തുടങ്ങിയാൽ പിന്നെ പടപടപടപടാന്ന് ട്രെൻഡാണ്. അത് പിന്നെ നേരെ വെളുക്കാൻ കുറച്ച് സമയമെടുക്കും. എല്ലാവരും ഇത് പറയൽ തുടങ്ങിയപ്പോൾ പിണറായി ഭയങ്കര ഹാപ്പി. ഒരു ചെലവില്ല, മുടക്കില്ല. ആകെ വൈകുന്നേരം ടി വിന്റെ മുമ്പിൽ വന്ന് ഉത്തരങ്ങൾ 4 വർത്താനം പറയണം. പൈസ ഇങ്ങനെ വരുമല്ലേ, ആൾക്കാർ വെറുതെ ഇങ്ങനെ കൊടുക്കല്ലേ, കൊടുത്തോണ്ടിരിക്കാൻ പിണറായി. അപ്പോഴാണ് റമദാൻ മാസം വരികയാണ്. പിണറായി പറഞ്ഞു അവസാനം മൂപ്പര് പറഞ്ഞു, നിങ്ങളുടെ സക്കാത്തിന്റെ വിഹിതം ഇത്തവണ എന്റെ ഫണ്ടിലേക്ക് തരണം. ഞാൻ ഞെട്ടിത്തെരിച്ചു പോയി. സത്യത്തില് ഈ സക്കാത്തിന്റെ ഫണ്ടൊക്കെ ചോദിക്കുമ്പോ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം മസല പറയും. ആലോചിച്ച് നിങ്ങൾ, ആർക്കൊക്കെ കൊടുക്കാം, ആർക്കൊക്കെ കൊടുത്തൂടാ. ആ പള്ളിന്ന് പറഞ്ഞതല്ല ശരി, ഈ പള്ളിന്ന് വേറെ വർത്താനം, ഇവിടുന്ന് എല്ലാം കൂടി പറഞ്ഞതല്ല ശരി തന്നെ. ഇനി വേറൊരു എന്നാൽ പത്രത്തിൽ ലേഖനം, അതിനെക്കുറിച്ച് വേണമെങ്കിൽ 3-4 പ്രസംഗ പരമ്പര. ഇതൊക്കെ നടക്കലിട്ടല്ലോ സാധാരണ. ഒരു മനുഷ്യൻ മുണ്ടിലില്ല. അപ്പൊ ഞാൻ പഠിച്ച സക്കാത്ത് വെച്ചിട്ട് മുഖ്യമന്ത്രിന്റെ ഈ തട്ടിപ്പിന് കൊടുക്കാൻ പറ്റിയത് ഏർപ്പാടല്ല. ഞാൻ പറഞ്ഞു, സക്കാത്തിന്റെ പൈസ കൊന്നോ തരാൻ പറ്റൂല. ഷുക്കൂറിന്റെ കേസും ചന്ദ്രശേഖരന്റെ കേസൊന്നും ബാധിക്കാനുള്ളതല്ല. സക്കാത്തിന്റെ പൈസ പറ്റൂല. നിങ്ങൾ പറയേണ്ടത് അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങളിങ്ങനെ ആളെ മൂക്കിൽ വലിച്ച് കളയൊന്നും വിചാരിക്കരുത്. പിണറായി വിജയൻ മഴുവറിഞ്ഞുണ്ടാക്കിയതൊന്നുമല്ല കേരളം. നിങ്ങളെ പേടിച്ചിട്ട് ഇവിടെ ജീവിക്കാൻ. അത് പറഞ്ഞിട്ട് വീട്ടിന്റെ സ്റ്റെപ്പ് കയറുമ്പോൾ പിറകിൽ നിന്ന് മനോരമയുടെ ലേഖം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ പേരിൽ വിജിലൻസ് കേസുണ്ട്. പേടിപ്പിക്കലാണ്. ഏതിന്? കണ്ണൂരിൽ നിന്ന് 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയ ആദ്യത്തെ വിജിലൻസ് കേസ്. രണ്ടാമത് ഡിസ്പ്രപ്പോർഷണൽ വിജിലൻസ്. പിന്നെ പട കേസാണ്. ഞാൻ അവസാനം തീർന്നിട്ടെണ്ണാന്ന് വിചാരിച്ചിട്ട് തീർന്നു നോക്കുമ്പോൾ 14 കേസുകൾ. ഞാൻ ചോദിക്കുന്ന അൻവറേ, നിങ്ങൾ അപ്പോഴും നിയമസഭയിലില്ലേ? ഈ പറയുന്നതൊക്കെ ട്രോളി. എന്നെ ട്രോളിയെ എത്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഞാൻ അൻവറിനെ വിമർശിക്കാനൊന്നും പറയണല്ല. നിങ്ങൾ ഇപ്പൊ പറയുന്ന രാഷ്ട്രീയം ഇതൊക്കെ ചെയ്തത് കൊണ്ട് ഇല്ലെന്നും ഞാൻ പറയില്ല. പക്ഷേ താങ്കൾ മനസ്സിലാക്കണം, അന്ന് നിയമസഭയിൽ നിങ്ങൾ ഉണ്ടായിരുന്നില്ലേ? ഞങ്ങൾ പറയാത്ത എന്ത് രാഷ്ട്രീയമാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എന്നൊന്ന് പറയൂ. ഇതൊക്കെ അഴിമതിയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഴിമതിയുടെ കഥകളാണ്, വെട്ടിപ്പിന്റെ കഥകളാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ സീൻ പിന്നെയും മാറുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലായി തുടങ്ങിയ കുറെ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം, പോലീസിലെ മതേതരവാദികളായ ഉദ്യോഗസ്ഥന്മാർ നിരന്തരമായി ബന്ധപ്പെടാൻ തുടങ്ങി. എന്നോടൊക്കെ വളരെ സീരിയസ് ആയിട്ട് വന്നിട്ട് പറഞ്ഞു, സർ സൂക്ഷിക്കണം, ഇത് അപകടകരമായ പോക്കാണ്. അപകടകരമായ വിധത്തിൽ ഇവിടെ ഒരു സംഘീവൽക്കരണം നടക്കുകയാണ്. RSSകാരൻ നുഴഞ്ഞു കയറുകയല്ല, അതൊരു നുഴഞ്ഞു കയറലാണ്. പതുക്കെ ഇടിച്ചു കയറിയിരിക്കുന്നു പോലീസിൽ. ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യ. കടുത്ത പ്രശ്നങ്ങളാണ്. ദീർഘമായ അവധിയെടുത്ത് പോകേണ്ട ഗതികളുണ്ട്. ഒരു ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥൻ സർവീസ് മതിയാക്കി ഇവിടുന്ന് UK പോയി. വിജയനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ADGP വരെ പോസ്റ്റിലെത്തിയ മനുഷ്യൻ നിൽക്കാൻ വയ്യാത്ത വണ്ണം അതിഭീകരമായ സംഘീവൽക്കരണം ആരംഭിച്ചു. കേരളത്തിന്റെ തെരുവുകളിൽ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു RSS പ്രോജക്റ്റ് ആണ്. എന്ന് വെച്ചാൽ സമാന്തരമായ മറ്റൊരു ഭരണം നടക്കുക. നമ്മൾ വിചാരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. നമ്മൾ വിചാരിക്കുന്നു കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. നമ്മൾ വിചാരിക്കുന്നു കുറെ 10-20 മന്ത്രിമാരാണ്. എന്നാൽ ഇവരൊന്നുമേ അല്ല. ഇവരൊക്കെ അങ്ങനെ നിൽക്കുക. മറുഭാഗത്ത് വളരെ പതുക്കെ ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റ് നടക്കുക. പതുക്കെ ഈ മലപ്പുറത്തിനെതിരായിട്ട് മലയാളത്തിൽ ഒരുപാട് സിനിമകൾ പണ്ടേ വരാറുണ്ട്. വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള കുറെ സിനിമകൾ. മലപ്പുറത്തുകാരുടെ ഭാഷ മഹാമോശം. അവർക്ക് പിന്നെ എന്താണ് ഷാ പറയാൻ അറിയില്ല, സാ പറയാൻ അറിയില്ല.
വളരെ മോശമായ ഭാഷാ പ്രയോഗങ്ങളുള്ളവരാണ്. എന്നാലോ അവർ സംസാരിക്കുന്നത് കേട്ടാൽ ആളുകൾക്ക് മനസ്സിലാവില്ല. ഇങ്ങനെയൊക്കെയാണ് മലയാള സിനിമയിലെ ഒരു പ്രിയദർശന്റെ ഒക്കെ ഒരു സിനിമയുണ്ട്. അതൊക്കെ കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇയാളൊക്കെ ഏത് കോത്താഴത്താണ് താമസിക്കുന്നത് വിചാരിക്കും. കാരണം മലപ്പുറം ജില്ലയിൽ അങ്ങനെ ഒരു ഭാഷ ഇന്ന് ഒരു 80 വയസ്സുള്ള മനുഷ്യൻ പോലും പറയില്ല. എന്നാൽ മലപ്പുറം എന്ന് കേട്ടാൽ ഇവർക്കൊരു പ്രാകൃതമായ വിചാരമാണ്, ഇസ്ലാമോഫോബിക്. അങ്ങനെയുള്ള ഭാഷാ രീതികൾ അങ്ങനെയൊക്കെയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ടും ഇത്രയധികം മലപ്പുറം വിരുദ്ധമായ, മാപ്പിള വിരുദ്ധമായ സിനിമകൾ നിരന്തരമായി മലയാളത്തിൽ ഇറങ്ങിയിട്ടും ഒരു സിനിമയിൽ പോലും മലപ്പുറം ഒരു ഗുണ്ടകളുടെ നാട് എന്ന് അവർക്ക് പറയാൻ കഴിഞ്ഞില്ല. തൃശ്ശൂരിനുമായി അനുബന്ധമായി ഒരുപാട് സിനിമകൾ, ഗുണ്ട രാഷ്ട്രീയ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. കൊച്ചിയുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഒരുപാട് ഗുണ്ട സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരവുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ ഒരുപാട് ഗുണ്ട സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ മലപ്പുറം ജില്ലയെ കുറിച്ച് വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാക്കുന്ന സംവിധായകന്മാർക്ക് പോലും ഒരു മലപ്പുറത്തെ അപകടപ്പെടുത്തുന്ന ഒരു സിനിമ ഉണ്ടാക്കിയാൽ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അത് വിശ്വാസയോഗ്യമല്ല എന്നവർക്കറിയാമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ജില്ലയെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റുള്ള ജില്ലയാക്കി മാറ്റി. ഞാനിപ്പോ പ്രസംഗിച്ചങ്ങ് പോകും, ബഷീർ സാഹിബ് മറ്റന്നാൾ നിയമസഭയിലേക്ക് പോകും, ഈ യോഗം കഴിയും. ഇതൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഒന്ന് ഇന്റർനെറ്റ് എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ പാർലമെന്റ് മെമ്പറോട് പറയുക, അല്ലെങ്കിൽ നിങ്ങളുടെ നിയമസഭാ സാമാജികരോട് പറയുക, അവരൊരു കത്ത് കൊടുക്കട്ടെ, നിയമസഭയിൽ ചോദ്യമായി എഴുതട്ടെ. എന്താ ചോദ്യം? ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൈം റേറ്റ് ഉള്ള ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. എത്ര ശതമാനമാണ് മുസ്ലിങ്ങൾ? 85 മുതൽ 90% വരെ. നിങ്ങളുടെ ഏതെങ്കിലും ഒരു തെരുവിൽ, ഈ അരീക്കോട് അങ്ങാടിയിൽ ഈ തെരുവിൽ ഒരു അക്രമം നടന്ന് ഇവിടെ ഗുണ്ടകളുടെ വിളയാട്ടം കൊണ്ട് നിൽക്കാനാവാതെ എന്നൊരു പോലീസ് പറഞ്ഞിട്ടുണ്ടോ? മലപ്പുറം ജില്ലയിൽ, തെക്കൻ ജില്ലയിൽ നിന്ന് വരുന്നവൻ ഈ കഥകൾ കേട്ട് വന്നിറങ്ങുമ്പോൾ, കോട്ടക്കലിൽ നാഷണൽ ഹൈവേയിൽ ഇറങ്ങുമ്പോൾ അവൻ ഉൾഭയമാണ്. അമ്മക്ക് ഫോൺ ചെയ്യും, PSC കിട്ടി വരികയാണ്, നിയമനം എവിടെയാണ്. അമ്മനോട് പറയും, ഞാൻ കോട്ടക്കൽ എത്തിയിട്ടുണ്ട്, പതുക്കെ എന്താ നോക്കട്ടെ, താമസിക്കണമൊക്കെ നോക്കട്ടെ, അമ്മയെ പിന്നെ വിളിക്കാം, ഇല്ലേ? അങ്ങനെയാ തുടങ്ങുക. താമസിച്ച് മലപ്പുറത്തിലെ മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഈ മലപ്പുറത്തുകാരന്റെ ഒരു സ്നേഹമുണ്ട്, ആതിഥേയത്വ മര്യാദയുണ്ട്, ഒരു ഇഷ്ടമുണ്ട്. ഇവനതങ്ങനെ ലയിച്ചു ചേരും. പിന്നെ അവന് മലപ്പുറം ഏതാണ്, അവനേതാണ് എന്ന് തിരിച്ചറിയാനാവാത്ത വണ്ണം വരും. റിട്ടയർമെന്റ് വരുമ്പോഴോ, സ്ഥലം മാറ്റം വരുമ്പോഴോ അവൻ പറയും, ഞാൻ പുറത്തേക്കില്ല, മലപ്പുറം തന്നെ വേറൊരു താലൂക്ക് തന്നേക്ക്, ഏറനാട്ടിൽ നിന്ന് എന്നെ കൊണ്ടോട്ടിയിലേക്ക് മാറ്റിക്കോ, കൊണ്ടോട്ടിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്ക് മാറ്റിക്കോ. എത്ര പേർ ഇവിടെ വന്ന് പിന്നെയും താമസം തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജില്ല ഇന്ത്യ മഹാരാജ്യത്തിലെ ക്രിമിനൽ റേറ്റിലെ ആദ്യത്തെ ജില്ലയാണ്. തീരുന്നില്ല. നിങ്ങൾക്കറിയുമോ, അമിത്ഷാ എന്ന് പറയുന്ന സംഘപരിവാരക്കാരന്റെ ഒരു അജണ്ടയുണ്ട്. എന്താണത്? ഇന്ത്യയിൽ IPC ഉണ്ട്. IPC നിങ്ങൾക്കറിയാം, പീനൽ കോഡാണ്. ഈ രാജ്യത്തിലെ, നമ്മളുടെ നാട്ടിലെ ഇന്ത്യയുടെ പീനൽ കോഡാണ്. ആ പീനൽ കോഡിന് പകരം അമിത്ഷാ കൊണ്ടുവന്നത് ഭാരതീയ ന്യായ് സംഹിത എന്ന് പറയുന്ന BNS എന്ന് പറയുന്ന ക്രിമിനൽ ആക്ട് ആണ്. ഈ ക്രിമിനൽ ആക്ട് അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കണം, ഈ BNS അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസ് കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലാണ്. നമ്മൾ അറിഞ്ഞില്ല. രാജ്യം ഭരിക്കുന്നത് പിണറായി വിജയനല്ലേ, മുസ്ലിങ്ങളുടെ സംരക്ഷകൻ, രാജ്യത്തിലെ മതേതരവാദി. നിങ്ങൾ അറിഞ്ഞോ? ഈ അമിത്ഷാ എന്ന് പറയുന്ന മനുഷ്യൻ IPCക്ക് പകരം ഇന്ത്യ രാജ്യത്ത് കൊണ്ടുവന്ന ഭാരതീയ ന്യായ് സംഹിത BNS എന്ന് പറയുന്ന ക്രിമിനൽ കോഡ് അനുസരിച്ച്, ആക്ട് അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തത് യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശിലല്ല, പിണറായി ഭരിക്കുന്ന കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ്. ഇതെത്ര ഭീകരമാണ്! ഇതെന്തുകൊണ്ടാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അത്രമേൽ അപകടകരമായ വിധത്തിൽ ഈ രാജ്യത്തിലേക്ക് വളരെ പതുക്കെ രാജ്യത്തിനകത്തേക്ക് കടന്നുകയറ്റം നടത്തുകയിരിക്കുന്നു സംഘപരിവാർ. ആര് മുഖാന്തരം? ബ്യൂറോക്രാറ്റുകൾ വഴി, പോലീസ് വഴി, അധികാരം വഴി, രാഷ്ട്രീയം വഴി. നമ്മൾ ഇതുവരെ കരുതിയത് എന്താണ്? സത്യത്തില് ഈ കേരളം ഭരിക്കുന്നത് പോലീസാണ്. നമ്മളുടെ അൻവറിന്റെ ആക്ഷേപം എന്തായിരുന്നു? പോലീസ് രാജാണ്, പോലീസിന്റെ ഭരണമാണ്. പോലീസിന്റെ ഭരണം നിയന്ത്രിക്കപ്പെടാവുന്ന ഒന്നാണ്. ഒരു ഭരണത്തിന്റെ കീഴിൽ
പടക്കൂട്ടമുള്ള ഒരുത്തൻ വന്നാൽ നിലക്ക് നിർത്താൻ കഴിയുന്നതാണ്. ഒരു നല്ല ആഭ്യന്തരമന്ത്രി വിചാരിച്ചാൽ മണിക്കൂറുകൾ കൊണ്ട് ഈ പോലീസിനെ ശുദ്ധീകരിക്കാൻ കഴിയും. ഒരു സംശയവും കാര്യത്തിലില്ല. അത് കേരളത്തിൽ എത്രയോ തെളിവുകൾ അതിനകത്തുണ്ട്. നമ്മൾ വിചാരിച്ച് പോലീസാണ്. വേറെ ചില ആളുകൾ പറഞ്ഞു അല്ല ഇത് രാഷ്ട്രീയ ഗുണ്ടകളാണ് രാജ്യം ഭരിക്കുന്നത്. വേറെ ചിലർ പറഞ്ഞു മാഫിയയാണ്. എന്നാൽ മെനഞ്ഞാന്ന് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ വരുന്നതോടുകൂടെ കാര്യങ്ങൾ പിന്നെയും സുതാര്യമാവുകയാണ്. രാജ്യം ഭരിക്കുന്നത് പോലീസല്ല, പൊളിറ്റിക്കൽ ഗുണ്ടകളല്ല, പിണറായി അല്ല. അയാൾ പണ്ടേ ഇല്ല. പിന്നെ ആരാണ്? PR. ഈ PR ആരാണ്? ഈ PR-നെ നിയോഗിക്കുന്നത് എവിടെ നിന്നാണ്? നാഗ്പൂരിൽ നിന്ന്, RSSന്റെ കേന്ദ്രത്തിൽ നിന്ന് നേരെ അമിത്ഷാ വഴി പറഞ്ഞു വിടുന്ന PR ആണ് ഈ കഴിഞ്ഞ 8 കൊല്ലമായി കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്ക് തന്നെ പറയാതെ പറയേണ്ടി വന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാഗ്പൂരിൽ നിന്ന് പറഞ്ഞു വിടുന്ന PR ഇവിടെ വന്ന് ഭരിക്കാൻ തുടങ്ങി. പോലീസൊന്നല്ല. പോലീസിന്റെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അവരാണ്. പോലീസിന്റെ തലപ്പത്ത് വരേണ്ടത് ആര് എന്ന് പിണറായിയോട് പറയുന്നത് അവരാണ്. എന്നിട്ട് ഈ ഡീപ് സ്റ്റേറ്റിന്റെ വർക്ക് തുടങ്ങി. ഞാൻ പലപ്പോഴും പറഞ്ഞു, ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ വലിയ വാർത്തകളാക്കി ഗവൺമെന്റ്, പത്രങ്ങൾ വാർത്തയാക്കി. ഞാനത് ചെറുതായി ആവർത്തിക്കട്ടെ. ഈ ഡീപ് സ്റ്റേറ്റ് പ്രൊജക്ടിന്റെ ആദ്യത്തെ പദ്ധതി എലത്തൂർ ബോംബ് സ്ഫോടനമാണ്. ബോംബ് സ്ഫോടനമല്ല, എലത്തൂരിലെ ട്രെയിൻ തീവെക്കല. എലത്തൂരിലെ ട്രെയിൻ തീവെക്കുന്ന സംഭവം നിങ്ങൾക്കറിയാം. അത് എപ്പോഴാണെന്നറിയോ നിങ്ങള്? ബാംഗ്ലൂർ കർണാടക തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ്. അന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ നിരവധി യോഗങ്ങളിൽ പറഞ്ഞു, ഇത് കർണാടക തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിയാണ്. നമ്മൾ പറഞ്ഞു, നമ്മുടെ സാമാന്യ യുക്തി ഉണ്ടല്ലോ, ആ യുക്തി വെച്ച്. കാരണം എന്താണ്? ഇന്ത്യയിൽ ഗോത്ര വെച്ച് രാജ്യത്തെ അട്ടിമറിച്ചവരാണ് ഈ BJP-ക്കാർ. ആയിരക്കണക്കിന് മനുഷ്യർ കത്തിയമർന്നിട്ടും ആ ട്രെയിൻ അപകടം ഒരു ഭീകരതയായി, മുസ്ലിം വിരുദ്ധതയായി ചിത്രീകരിച്ച് രാജ്യത്തു കടന്നു വന്ന സംഘപരിവാരത്തിന്റെ രീതിയാണ് എലത്തൂർ ട്രെയിൻ തീവപ്പ് കേസ് എന്ന് പറഞ്ഞു. കുറെ കഥ ഉണ്ട് അതിനകത്ത്, ഞാൻ വിശദീകരിക്കില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഒറ്റ കാര്യം, നിങ്ങളൊക്കെ ട്രെയിനിൽ പോണല്ലേ. ഇതാ സഫറുണ്ട്, ഗഫൂറുണ്ട്, എല്ലാവരും ഉണ്ട്. ബഷീർക്ക തിരുവനന്തപുരത്ത് എപ്പോഴും പോണല്ലേ. ഞങ്ങളൊക്കെ കാണാറുണ്ട്, ഏതെങ്കിലും കുരുത്തം കേട്ടോ ചിലപ്പോൾ ട്രെയിനിന്റെ ചെയിൻ വലിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ട്രെയിൻ ഒന്ന് നിൽക്കും. നിന്നാൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും, എന്താ ട്രെയിൻ ഇവിടെ നിൽക്കാൻ കാരണം? അപ്പോൾ കാണാം ഉദ്യോഗസ്ഥന്മാർ ചാടി ഇറങ്ങുന്നു, ട്രെയിനിന്റെ ടയറിന്റെ ഭാഗമൊക്കെ ഇങ്ങനെ അടിച്ചു നോക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അവരകത്ത് കയറും. ഉടനെ തന്നെ റെയിൽവേയുടെ പോലീസുകാർ വരും, ട്രെയിനിന്റെ താഴെയൊക്കെ അടിച്ചു നോക്കും, അവരകത്ത് കയറും, യാത്ര തുടരും. എലത്തൂരിലെ തീവപ്പ് കേസ് കഴിഞ്ഞ് ട്രെയിൻ ആ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് പ്രതി അതിനകത്തുണ്ട്. ഒരു ബഹളമില്ല, ഇവർ പറയുന്ന പ്രതി അതിനകത്തുണ്ട്. കണ്ണൂരിലെത്തുമ്പോൾ ഒരു പ്രശ്നവുമില്ല. 1.5 മണിക്കൂർ കൊണ്ട് ട്രെയിൻ കണ്ണൂരെത്തി. പിന്നെയും 1.5 മണിക്കൂർ കഴിയുമ്പോൾ ഒരു തീക്കാറ്റ് പോലെ വാർത്ത പരക്കുന്നു. എന്താണ്? ആ എലത്തൂരിൽ അപകടം സംഭവിച്ചിടത്ത് 3 മയ്യത്തുകൾ. നിങ്ങൾ മനസ്സിലാക്കണം, റെയിൽവേ പോലീസ്, കേരള പോലീസ് പരതി കഴിഞ്ഞു പോയിടത്ത് 3 മയ്യത്തുകൾ. ഒരു പിഞ്ചു കുഞ്ഞിന്റെ മരണകാരണം പറഞ്ഞത് രക്തം വാർന്നാണ്. മറ്റുള്ളവരുടെയൊക്കെ കണ്ടിച്ചു പോയതാണ്, വേറെ കാരണമായിരുന്നില്ല. 3 പേർ മരിച്ചു കിടക്കണം. കണ്ണൂരില് ഈ പ്രതി എന്ന് പറയുന്നവരുണ്ടല്ലോ, അവനെ ട്രെയിനിൽ കൊല്ലാൻ ശ്രമിച്ചതാണ് എന്ന് അവൻ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ മൂടിവെക്കപ്പെട്ടു. ഇയാള് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചവർ പറഞ്ഞത്, പത്രക്കാരടക്കം പറഞ്ഞത്, ഇയാൾക്കൊരു പൊള്ളലിട്ടില്ല, ഒരു കുഴപ്പമില്ല. ഇയാൾ അതിൽ വന്ന ഒരുത്തനെ പിടിച്ച് പ്രതിയാക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ബാംഗ്ലൂർ തെരഞ്ഞെടുപ്പ്, കർണാടക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാമെന്ന സംഘീയ അജണ്ട 82% വരുന്ന ഹിന്ദു സഹോദരന്മാർ കർണാടകയിൽ അട്ടിമറിക്കുകയും അവിടെ കോൺഗ്രസ് ജയിച്ചു വരികയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ അജിത് കുമാർ എന്ന് പറയുന്ന അൻവറിന്റെ ഭാഷയിലെ നൊട്ടോറിയസ് ക്രിമിനലായ ADGP ഇല്ലേ, അയാൾ ഈ കേസങ്ങ് മടക്കി. എന്താ പറഞ്ഞെന്നറിയോ? 3 പേര് കൊല്ലപ്പെട്ട, 9 പേർക്ക് തീ പൊള്ളലേറ്റ, ട്രെയിനിന് തീവച്ച ഈ കേസ് ഈ പറയുന്ന ഒറ്റ വ്യക്തി ചെയ്തതാണ്. ക്ലോസ് ചെയ്തു. ഈ ഡീപ് സ്റ്റേറ്റ് പ്രോജക്റ്റിന്റെ ആദ്യത്തെ അജണ്ടയായിരുന്നു ബാംഗ്ലൂർ ലക്ഷ്യമാക്കി, കർണാടക ലക്ഷ്യമാക്കി ചെയ്തിട്ടുള്ള ഈ പറയുന്ന ഈ ട്രെയിൻ ദുരന്തം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസ് നിങ്ങൾക്കൊക്കെ അറിയാം, അത് തൃശ്ശൂരാണ്. ഞാൻ വീണ്ടും അൻവറിനെ ഓർമ്മിക്കുകയാണ്. അൻവർ ഇപ്പൊ പറയണില്ലേ, അൻവർ ഇപ്പോഴൊക്കെ ഡിജിറ്റൽ റെക്കോർഡല്ലേ. ലീഗുകാർ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞാൻ അയച്ചു തരാം. ഒരുപാട് വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ചോദ്യമേ ഉള്ളൂ. ആ ചോദ്യം എന്താണെന്നറിയോ? മുഖ്യമന്ത്രിയോട് ആ ചോദ്യം എന്ത്? വീണ വേണോ ഗോപി വേണോ? ഏത് ഗോപി? സുരേഷ് ഗോപി. വീണ വേണോ ഗോപി വേണോ? പിണറായി പറഞ്ഞു വീണ മതി. എന്നാ BJP-ക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഗോപി മതി. മനസ്സിലായില്ലേ? വീണനെ മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തു, തൃശ്ശൂർ ഗോപിക്കും കൊടുത്തു. തൃശ്ശൂര് സുരേഷ് ഗോപി പറഞ്ഞിരുന്നല്ലോ, ഞാൻ തൃശ്ശൂർ എടുക്കുക എന്ന് പറഞ്ഞില്ലേ? തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തതൊന്നുമല്ല, വെള്ളിത്തലികയിൽ വെച്ചു കൊടുത്തതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അറിയോ? നിങ്ങള് കൊണ്ടുപോയി കൊടുത്തതാണ്. ആ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതിനു മുമ്പ് ഒറ്റ കാര്യം, നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ, ആ ഉള്ളവരോട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. നമ്മളൊക്കെ കേട്ട എന്തൊക്കെ വാർത്താൻ ഇവിടുത്തെ TV-കളിൽ കേട്ടത്? ED വരുന്നു, അവൾ പറഞ്ഞു അടുത്ത ആഴ്ച വീണയെ അറസ്റ്റ് ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ഒക്കെ വെറുതെ അങ്ങോട്ട് കൊണ്ടു. അതാ വരുന്നു. ED മാത്രമാണ് തിരക്കടില്ല, CBI വരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതുവരെ കേൾക്കാത്തൊരു പോത്താമ്പി SFIO, ഭയങ്കര അന്വേഷണം. എവിടെയോ SFIO, എവിടെ ED? അതും പോട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സുരേഷ് ഗോപി ജയിച്ച് പാർലമെന്റിലേക്ക് പോയി. എവിടെ വീണ? പാതാളത്തിലേക്ക് പോയോ? വീണനെ കാണില്ലല്ലോ. അത് മാത്രമല്ല, നമ്മളെ സുരേഷ് ഗോപി ചേട്ടൻ്റെ ഒരു നാടകമുണ്ട്. അത് നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് സുരേഷ് ഗോപി എന്താണ് കരുവന്നൂർ ബാങ്ക് നടിച്ചാൽ മനസ്സിലാവും. അതൊരു വരവാണ്. സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരൊച്ച മാത്രമാണ്. നൊരങ്ങനെ വരുന്നുണ്ട്, പിണ്ടിങ്ങനെ വരുന്നുണ്ട്. സിനിമയിലെ ഡ്യൂപ്പിനെ കിട്ടും അഭിനയിക്കാൻ. ഇത് പറ്റൂല, നേരിട്ട് വേണ്ട. ഇത് രാഷ്ട്രീയമാണ്. 1 കിലോമീറ്റർ നടന്നപ്പോഴത്തേക്ക് ഇച്ചങ്ങായിൻ്റെ നൊരയും പിണ്ടിയും എല്ലാം കൂടിയായി. ഞാൻ ചോദിക്കുന്നു, സുരേഷ് ഗോപി ഏട്ടാ ജയിച്ചു പോയില്ലേ? എന്തേ കരുവന്നൂര് പോയിട്ട് കാന്ന് പോലും പറഞ്ഞില്ലല്ലോ? കരുവന്നൂരില്ല, SFIO ഇല്ല, ED ഇല്ല. ഇപ്പോ നിങ്ങളുടെ ഒരു കേസുകളുമില്ല. വളരെ കൃത്യമായി നിങ്ങൾ പരസ്പരം ധാരണ വെച്ചു. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കൊണ്ടുപോയി. മലപ്പുറത്തോ ഈ RSS അജണ്ട മലപ്പുറത്ത് നടപ്പിലാക്കാൻ സുജിത് ദാത്ത് മാത്രമല്ല, അജിത്ത് മാത്രമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ CPM സെക്രട്ടറി, ഇയാൾ വെറും ഒരു സെക്രട്ടറി ആണെന്ന് വിചാരിക്കല്ലേ നിങ്ങൾ? അയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ, അയാളുടെ വേറെബൌട്ട്സ് പരിശോധിച്ചാൽ അറിയാം അയാൾ ആരാണ്. എത്രമേൽ ഭീകരമായ അജണ്ടകൾ വെച്ചു പുലർത്തുന്ന പിണറായിയുടെ കൈക്കാരനാണ് ഇയാളെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ മോഹൻദാസിനെ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്. ചെറിയ കേസിലൊന്നും അവസാനിക്കൂല. വലിയ വലിയ സെറ്റിൽമെന്റുകളുള്ള ആളുകൾ. ഈ മോഹൻദാസിന്റെ ഒത്താശയോടെയാണ് സുജിത്ത് ഇവിടെ ഈ പറയുന്ന കണക്കുകൾ മുഴുവൻ ഉണ്ടാക്കിയത്. കണക്കുണ്ടാക്കി. ഇതിന്റെ ഒരു ഘട്ടം നിങ്ങൾ പരിശോധിക്കണം കേട്ടോ. ഒന്ന്, സുജിത് ദാസിനെ ഉപയോഗിച്ച് കണക്കുകൾ ഉണ്ടാക്കുന്നു. മോഹൻദാസും അജിത്തും ഒക്കെ ചേർന്ന് ലീഡർഷിപ്പ് കൊടുക്കുന്നു. കണക്കുണ്ടാക്കി കഴിഞ്ഞാൽ കണക്കായല്ലോ. അപ്പോഴാണ് മുഖ്യമന്ത്രി വരുന്നത്. 4 ദിവസം മുമ്പ് 5 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വളരെ നിഷ്കളങ്കമായിട്ട് അദ്ദേഹം പറയുകയാണ്. ഞാനായിട്ടൊന്നും പറയുന്നതല്ല കേട്ടോ, മുഖ്യമന്ത്രിയായിട്ട് പറയുന്നതല്ല. ഞാൻ വായിക്കാം കണക്ക്. ഞാൻ പറയട്ടെ, മുഖ്യമന്ത്രി അങ്ങ് വായിച്ച കണക്കിൽ മലപ്പുറം ഇന്ത്യയിലെ നമ്പർ 1 ക്രിമിനൽ ഡിസ്ട്രിക്റ്റ് ആണ്. അങ്ങ് പറഞ്ഞരുത്. പക്ഷെ ഈ കണക്ക് ആരാണ് മുഖ്യമന്ത്രി ഉണ്ടാക്കിയത്? അങ്ങയുടെ സുജിത്തല്ലേ? RSSന് ഈ നാടിനെ കൂട്ടിക്കൊടുക്കുന്ന അജിത്തല്ലേ? RSSകാരന് വിടുപണിയെടുക്കുന്ന മലപ്പുറം ജില്ലയിലെ മോഹൻദാസ് അല്ലേ? RSSകാരന് മകളെ കൂട്ടിപ്പിടിച്ചിട്ട് ജീവിക്കാൻ വേണ്ടി RSSന് രാജ്യത്തെ ഒറ്റുകൊടുത്ത പിണറായി അല്ലേ? വേറെ ആരായി കണക്കുണ്ടാക്കിയത്? ഇതിന്റെ ഒരു സയൻറ്റിറ്റി നിങ്ങൾ പറ, ഇതിന്റെ ഒരു ചരിത്രം നിങ്ങൾ പറ. എന്നിട്ട് കണക്കുണ്ടാക്കിയിട്ട് നിഷ്കളങ്കമായി കണക്ക് വായിക്കുകയാണ് പിണറായി വിജയൻ, ഒരു നിഷ്കളങ്ക പാപത്തിന്. എന്നിട്ടോ അതും പോരാഞ്ഞ് ആശാരിസിനെയും കടിച്ചിട്ട് പിന്നെയും മുമ്പോട്ടാണ്. എന്താണ്? ഒരു ഇന്ത്യയിലെ പ്രമുഖ പത്രത്തിനെ വിളിക്കുകയാണ്. ആര്? മുഖ്യമന്ത്രിയുടെ, കേരള മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഉണ്ട്. ഏത് കേരള മുഖ്യമന്ത്രി ചങ്ങായി? കേരളത്തിന്റെ പുറത്ത് 10 ഉറുപ്പ്യന്റെ വില ഇല്ലാത്ത ഒരു പാർട്ടിക്ക് ദേശീയ പത്രത്തിൽ എന്തിനാണോ ഒരു ഇന്റർവ്യൂ? അവർക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. അവർ CPMന്റെ മുസ്ലിം ലീഗും CPM ഒക്കെ ചെറിയ പ്രാദേശിക പാർട്ടികളാണ്. അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അത് മനസ്സിലാക്കണ്ടേ? നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഇന്ത്യക്ക് എന്ത് പ്രധാനം?
എന്ത് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്? ഇന്ത്യ മഹാരാജ്യത്ത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നേരെ ടൂർ പോയ ഈ പോങ്ങം മനുഷ്യന് ഇന്ത്യ മഹാരാജ്യത്തിലെ രാഷ്ട്രീയത്തിൽ ആർക്കാണോ വില ഉള്ളത്? 10 റുപ്യന്റെ വില ഉള്ളത്. എന്നിട്ട് അയാൾ തന്നെ ഒരു ഇന്റർവ്യൂ ഒപ്പിച്ചെടുക്കുക. അതെങ്ങനെയാണ്? PR തലയിൽ ചോദിക്കാണ്, എന്താണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വരുന്നവരെ ചെരുപ്പ് നന്നാക്കാനുണ്ടോ എന്ന് ചോദിച്ച മാതിരി പോയിട്ട് ഡൽഹി പോയിട്ട് ഇന്റർവ്യൂ വേണോ അങ്ങോട്ട് പോയിട്ട് ഈ PR അവര് പോയിട്ട് ഇന്റർവ്യൂ വേണോ എന്ന് ചോദിച്ച് ഒരു ഇന്റർവ്യൂ കൊടുക്കുക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. പിണറായി വിജയൻ തലേ ദിവസം 2 ദിവസം മുമ്പ് കേരളത്തിലെ പത്രസമ്മേളനത്തിൽ എഴുതി വായിച്ചിട്ട് പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ സ്വർണം കൊണ്ടുവന്നത് കരിപ്പൂർ വിമാനത്താവളം വഴി 5 കൊല്ലം കൊണ്ട് 124 കിലോ. ഇവിടെ കരിപ്പൂർ വിമാനത്താവളം വഴി വന്ന ഹവാല 87 കോടി രൂപ. എന്നാൽ പത്രക്കാർ റിപ്പോർട്ട് ചെയ്യാതെ പോയൊരു കാര്യമുണ്ട്. നിങ്ങൾ ഹിന്ദുവിലെ ലേഖനത്തെ കുറിച്ചല്ലേ പറയുന്നത്? ആ ലേഖനത്തിൽ 2 ദിവസം മുമ്പ് പിണറായി വിജയൻ പറഞ്ഞ വാക്കിനെ മാറ്റിയിട്ട് അതിൽ പറയുന്ന എന്താണെന്ന് ഞങ്ങള് സ്വർണം 180 കിലോ, എന്നാൽ ഹവാല 123 കോടി. ഇതെന്താ സംഭവം കാര്യങ്ങള്? ഇത് കേരളത്തിൽ മൊത്തം പിടിച്ചത് ഇയാൾ മലപ്പുറത്തിന്റെ പേരിൽ ഹിന്ദുവിലേക്ക് മാറ്റി എഴുതി. ഈ PR മാറ്റി എഴുതി. അവരെല്ലായിടത്തും ഈ പത്രം പോയി തിരുത്താല് വായിക്കും. അന്നത്തെ ദിവസത്തെ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാം 124 കിലോ സ്വർണവും 150 കിലോ സ്വർണവും 123 കോടി ഹവാലയും ഇന്ത്യയിൽ കൊണ്ടുവന്ന ജില്ലയാണ് മലപ്പുറം എന്ന് പിണറായി എഴുതി വെച്ചത് വള്ളി പുള്ളി തെറ്റാതെ അവിടെയുണ്ട്. ഇനി ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ, നിങ്ങൾ സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് 5 കൊല്ലം കൊണ്ട് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് 124 കിലോ സ്വർണം പിടിച്ചു എന്നാണ്. എന്നാൽ എൻ്റെ പിണറായി വിജയ 2019-20 മാത്രം അങ്ങയുടെ ഓഫീസിൽ അങ്ങയുടെ വലങ്കയ്യായ ശിവശങ്കരനും സ്വപ്ന സുരേഷും ഡിപ്ലോമാറ്റിക് ചാനൽ വഴി കൊണ്ടുവന്ന സ്വർണം 138 കിലോയാണ്. അതെന്തേ പറയാഞ്ഞത്? പിടിച്ച കണക്കാട്ടോ ഈ പറയുന്നത്? ആരോപണമുള്ള സ്വർണ്ണമാണ് കേട്ടോ ഈ പറയുന്നത്. നിങ്ങൾ ഒറ്റ കൊല്ലം കൊണ്ട് മുഖ്യമന്ത്രിയുടെ അറിവുണ്ടെന്ന് രാജ്യം സംശയിക്കുന്ന സ്വർണ്ണക്കടത്ത് മുഖ്യമന്ത്രിയുടെ വലം കൈയായിരുന്ന സെക്രട്ടറി ജയിലിലാണ് ശിവശങ്കരൻ. ആ സ്വപ്ന സുരേഷ് നിങ്ങളുടെ ക്ലിഫ് ഹൗസിലും നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വേല ചെയ്യ സ്വപ്ന സുരേഷും ഈ ശിവശങ്കരനും കൂടി ഒറ്റ കൊല്ലം കൊണ്ടുവന്ന കിലോ 138 കിലോ. 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്ന സ്വർണം 124 കിലോ. മനസ്സിലാക്കണം. ആ നിങ്ങൾ കൊണ്ടുവന്ന സ്വർണത്തെ കുറിച്ച് ഈ ഹിന്ദു പത്രത്തിൽ എഴുതിയില്ല. ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, എന്റെ പിണറായി വിജയ, കൊടകര അഴിമതി കൊടുവ ഹവാല കേസില്ലേ, അതെന്താ നിങ്ങൾ പുറത്തു പറയാത്തത്? എന്താ ഹിന്ദുവിൽ പറയാത്തത്? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധമായി കൊടകരയിൽ നിന്ന് പിടിച്ച കോടിക്കണക്കിന് രൂപ ഹവാല, അതെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് മൊത്തം 5 കൊല്ലം പിടിച്ചതിനപ്പുറമുള്ള 100 ചില്ലാനം കോടി രൂപയുടെ സ്വർണം പിടിച്ചെടുത്തത് എന്തേ പിണറായി വിജയൻ പറയാത്തത്? ഞാൻ പിണറായി വിജയൻ എന്ന് പറയുമ്പോ ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോ, മുഖ്യമന്ത്രി എന്ന പേര് പറയാൻ ഇയാൾ യോഗ്യനല്ല. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? മുഖ്യമന്ത്രി എന്നത് ഒരു വലിയ പദവിയാണ്. ഈ രാജ്യത്തിലെ അധികാരത്തിന്റെ പദവിയാണ്. മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, MLA, MP ഇതൊക്കെ തെരഞ്ഞെടുത്താൽ ജനങ്ങളുടെ ആളാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ഒരു ജില്ലയെ മുഴുവൻ അപരവൽക്കരിക്കുക, അങ്ങനെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ? ഇയാളെ മുഖ്യമന്ത്രി എന്ന പേര് പോലും പറയാൻ യോഗ്യനല്ല. കാരണം ഇയാൾ വെറും പിണറായിയാണ്. കാരണം ഒരു മുഖ്യമന്ത്രി എന്ന പദവിയോട് 10 രൂപയുടെ മര്യാദയുണ്ടെങ്കിൽ അയാൾ ഈ വൃത്തികേട് ചെയ്യുമായിരുന്നില്ല. ഏറ്റവും മോശമാം വിധത്തിലാണ് അയാൾ ഇന്ന് ഒരു ജില്ലയെ മുഴുവൻ അപരവൽക്കരിച്ചു നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്നലെ പത്രക്കാരുടെ മുമ്പിൽ മുഴുവൻ പിണറായി വിജയൻ നാടകം കളിച്ചല്ലോ. എന്തായിരുന്നു തമാശകൾ ആലോചിച്ച് നോക്കണം. ഇന്നത്തെ പത്രം മുഴുവൻ എടുത്തു നോക്കിയപ്പോ എല്ലാ പത്രവും എല്ലാവർക്കും മനസ്സിലായി ഒരു മനുഷ്യന്, ഒരു മുഖ്യമന്ത്രിയെ ഇതിനേക്കാൾ കൂടുതൽ പരിഹാസം ഏറ്റുവാങ്ങിയ ചരിത്രം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. കേരള രാഷ്ട്രീയത്തിൽ ഇന്നലെ അയാളുടെ ചിരി കാണുമ്പോഴല്ലോ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇയാളൊരു അവിഞ്ഞ കോട്ടിട്ടിട്ട് അമേരിക്കയിലെ ടൈംസ് സ്ക്വയറിൽ ഇരുന്ന് ഇരുത്തുണ്ടല്ലോ ഇരുമ്പിന്റെ കസേരയിൽ. ഈ എൻ്റെ സഖാക്കളെ
കുറച്ചൊക്കെ ഒരു ഉളുപ്പും മര്യാദകളോ ഇപ്പോഴും അതിന് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഇയാളെ ഈ സീനൊക്കെ ഒന്ന് എടുത്തു. എന്തൊരു അപമാനാണോ, എന്തൊരു പരിഹാസമാണ്. ഇയാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ സങ്കടം കൊണ്ട് പറയാൻ നമ്മൾ ഈ നാട്ടുകാരല്ലേ. ഒരു മനുഷ്യൻ ഒരു അവിഞ്ഞ് കോട്ടും കൊള്ളാത്തൊരു സൂട്ടും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ആ ഇരുമ്പിന്റെ കസേരല്ല ഒരു അവിഞ്ഞ ഇരുത്തുണ്ട്. അല്ല ചുഖങ്ങൾ ഇന്നലെ ആ ചിരിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ്, എന്ത് ചിരിയാടോ ഇത്. അടുത്ത് തന്നെ കുതിരവട്ടത്ത് കൊണ്ടുപോകേണ്ട കേസാണിത്. ഞാൻ കാര്യമായിട്ട് CBI എന്തോ കുഴപ്പമായിട്ട് തമാശ നിങ്ങൾ വിചാരിക്കണ്ട. അല്ലെങ്കിൽ ഇന്നലെ ഈ ആദ്യം ചിരിച്ചിട്ട് കൂടെ വെക്കുന്ന പത്രക്കാരനൊന്നും ചിരിക്കണ്ടേ. കാരണം ഇത് ചിരിച്ചാൽ സൂക്ഷിക്കണം, എന്തോ കുഴപ്പമായിരിക്കും. ഇതിനേക്കാൾ വലിയ കുഴപ്പമൊന്നും വരാനില്ല. ഇയാള് ഒരു കാര്യം ഉറപ്പാണ്, ഈ മനുഷ്യൻ അങ്ങനെ ഞാൻ ദ്വാരക്കുന്ന എന്താണ് ഓരോ എൻ്റെ ഉമ്മക്ക് അല്ലാഹുവേ ആരോഗ്യവും ആയുസ്സൊക്കെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറയുന്ന പ്രാർത്ഥനയാണ്, ഈ പിണറായി വിജയന് ആയുസ് കൊടുക്കണേ, പെട്ടെന്ന് തീരരുത്. ചെയ്ത ദ്രോഹങ്ങൾ മുഴുവനുണ്ടല്ലോ. ഞാനൊരു വ്യക്തിയല്ലേ, എന്നെ അനുഭവിച്ചത് എനിക്കറിയാമല്ലോ. നിരപരാധികളെ എത്ര പേര്, എത്ര ചോരയുടെ കറയുണ്ട് പിണറായി നിന്റെ ജീവിതത്തില്, എത്ര പാപമുണ്ട്. അങ്ങനെ തീരുമോ? ഇന്നലെ പൊട്ടിച്ചിരിക്കുമ്പോണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ പുറത്തല്ല വയർക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ സന്തോഷത്തിന്റെ ഒരു വിയർപ്പ് അകത്തും ഒഴുകുന്നുണ്ട്. എത്ര പേർക്കുണ്ടാകും അത്, എത്ര പേർക്കുണ്ടാകും. എത്ര പാവങ്ങളെ പീഡിപ്പിച്ചൊരു മനുഷ്യനാണ്, എത്ര കുടുംബങ്ങൾ, എത്ര പേരുടെ ചോര നിസ്സാരമാണെന്ന് വിചാരിക്കുന്നല്ലോ നിങ്ങൾ. ഇന്നലത്തെ ചിരി ഉണ്ടല്ലോ, ആ ചിരി മതി ഞങ്ങളുടെയൊക്കെ മനസ്സ് നിറയാൻ സഖാവേ. ഇതിനേക്കാൾ അപമാനിക്കപ്പെട്ട് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി PR എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും എൻ്റെ സഖാവേ, ഇടത്തും വലത്തും PR ഇരുന്നിട്ട് ഇന്റർവ്യൂ കൊടുക്കുക ഒരു മുഖ്യമന്ത്രി. 60 കൊല്ലത്തെ രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാക്കുക. 76 വയസ്സായി, 16 വയസ്സ് ആലോചിച്ചു. അന്നത്തെ കാലത്ത് 60 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഈ ചങ്ങായിക്ക് വർത്താനം പറയണമെങ്കിൽ ഇടത്തും വലത്തും PR വേണമെങ്കിൽ ഈ പണി നിർത്തിയിട്ട് വേറെ പല ഏർപ്പാടിനും പറഞ്ഞു വിട്ടോ. അതല്ലേ സഖാക്കൾ ചെയ്യേണ്ടത്, അതല്ലേ ചെയ്യേണ്ടത്. ഒരു വർത്താനം പറയാൻ കഴിയുന്നുണ്ടോ? ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയാണ്, സംഭവിക്കാൻ പോണത് എന്താ അറിയോ? നിങ്ങൾ ADGPയെ മാറ്റാൻ പോവാണ്. നാളെയോ മറ്റന്നാളോ ഒക്കെ മാറ്റും, നിയമസഭ നടക്കുമ്പോൾ മാറും. പിണറായി രക്ഷപ്പെടുകയാണ്. ADGP ആണോ പ്രശ്നം? ശശിയാണോ പ്രശ്നം? ശിവശങ്കരനാണോ പ്രശ്നം? സഖാവേ, പ്രശ്നം പിണറായി വിജയനാണ്. നിങ്ങൾ ഇവരൊന്നും മാറ്റിയിട്ട് കാര്യമില്ല. ശിവശങ്കരൻ കോടികൾ അടിച്ചു മാറ്റി, ശിവശങ്കരനെ മാറ്റി. ആരാ കൊണ്ടുവന്ന്? ശശി പാഞ്ഞു വന്നിട്ട് ആകാശത്ത് നിന്ന് പൊട്ടിയിറങ്ങിയതാ നിയമസഭയിൽ. ശിവശങ്കരൻ കഴിഞ്ഞാൽ പിന്നെ പറ്റിയൊരു കളനെ കൂട്ടിന് കിട്ടണം, ശശിനെ കൊണ്ടുവന്നു അല്ലേ? നിങ്ങൾ ADGP അജിത് കുമാറിനെ മാറ്റിയാൽ വേറെ അതിനേക്കാൾ വലിയ മൂരാച്ചി RSSകാരനെ കൊണ്ടുവരും. സുജിത്താത്തിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ് തിരിച്ചെടുത്താൽ വേറെ പോസ്റ്റിൽ അവരെ വെക്കും. ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നവരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. മുഖ്യമന്ത്രി ഉള്ളിടത്തോളം കാലം ചികിത്സ വേണ്ടത് എന്തിനാണ്? വേരിനല്ലേ, അല്ലാതെ കൊമ്പനാണോ? ശശിയാണോ മാറ്റേണ്ടത്? ADGP ആണോ മാറ്റേണ്ടത്? ADGPയെ മാറ്റിയും നാടകം കളിക്കും സഖാവെ, തീരൂല. പിണറായി വിജയനെയാണ് മാറ്റാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റേണ്ടത്. പോലീസിൽ സംഖ്യയൊക്കെ ഉണ്ടാവും, എല്ലാ പോലീസുകാരെല്ലാവരും നല്ലത് പോലീസിൽ മാത്രമാണ് ഇന്നലെ ഉണ്ടാവുക, ഒന്നിനും ഉണ്ടാവില്ല. കുഴപ്പക്കാരൊക്കെ ഉണ്ടാവും. രമേശ് ശ്രീവാസ്തവ ഏതാതി കുഴപ്പക്കാരനാണ് അറിയില്ലേ? ഐ വാണ്ട് മാപ്പിള, എന്താണ് മാപ്പിളാസ് ഡെഡ് ബോഡി എന്ന് ആവശ്യപ്പെട്ട ഒരു മനുഷ്യനാണ്. മുസ്ലിങ്ങളുടെ ഡെഡ് ബോഡി വേണം എന്ന് ആവശ്യപ്പെട്ട ഒരു പോലീസ് ഓഫീസറാണ് കരുണാകരന്റെ കാലത്ത്. ആ ഒറ്റ സംഭവമല്ലാതെ ആ രമൺ ശ്രീവാസ്തവയുടെ പേരിൽ പിന്നൊന്നും കേട്ടിട്ടില്ല. നിർത്തേണ്ടടുത്ത് നിർത്താൻ അന്ന് കഴിഞ്ഞു കരുണാകരൻ എന്ന ഭരണാധികാരിക്ക്. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴാ സെൻകുമാർ ഏതാ സംഘി റിട്ടയർ ചെയ്തപ്പോ കണ്ടില്ലേ? സെൻകുമാറിനെ പോലത്തെ ഒരു സംഘി ഓഫീസറായിരുന്നു കേരളത്തിലെ പോലീസ് ഓഫീസർ എന്ന് ആലോചിച്ചപ്പോ അത്ഭുതമാണ്. പക്ഷേ അനങ്ങാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്? ഭരിക്കാൻ ചങ്കൂറ്റമുള്ള ഉമ്മൻചാണ്ടിയുടെ കൂടെയായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. എന്റെ ഇരട്ടച്ചങ്കല്ല, മിനിമം ഒരു അരച്ചങ്കെങ്കിലുള്ള ഒരുത്തനായിരുന്നെങ്കിൽ ഇവർ ഈ തോന്നിയാസം കാണിക്കുമായിരുന്നു. ആലോചിക്കുക, മിനിമം അത് കാണിക്കണമായിരുന്നോ? നിങ്ങൾ കൊള്ളില്ല. അതുകൊണ്ട് രമൺ ശ്രീവാസ്തവയെ പോലെ സെൻകുമാറിനെ പോലെയുള്ളവർക്ക് ബലസാൻ കഴിയും, അജിത് കുമാറിന് കഴിയും, സുജിത്താത്തിന് കഴിയും. അതുകൊണ്ട് മാറ്റേണ്ടത് ഈ കഴിവുകെട്ട കള്ളനായ അഴിമതിക്കാരനായ രാജ്യത്തെ കട്ടുമുടിക്കുന്ന പിണറായി വിജയനെയാണ്. സഖാക്കളെ, അവസാനത്തെ ഒടുക്കത്തെ മുഖ്യമന്ത്രി CPM-ൻ്റെത് എന്ന് നിങ്ങൾക്ക് പറയാതിരിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പിണറായി വിജയനെ മാറ്റൽ മാത്രമാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ ഈ വന്നിരിക്കുന്ന ഈ സഹോദരന്മാരുണ്ടല്ലോ, ഈ മഹാസദസ്സുണ്ടല്ലോ, നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ കേരളത്തിൽ മലപ്പുറത്ത് അല്ലേ? മുസ്ലിം ലീഗിനെ കൊടി പിടിച്ച ഇതിലെ കുറെ ആളുകൾ സിന്ദാബാദ് വിളിക്കുന്നവർ, ലീഗിന്റെ പണിയെടുക്കുന്നവർ, മുസ്ലിം ലീഗ് എന്ന് തന്നെ പറഞ്ഞു നിൽക്കുന്നവർ
അല്ലേ? നമ്മളൊക്കെ എത്ര കാലമായി CHM, ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു, കോയ തൊപ്പി വെച്ച് NSSന്റെ ക്യാമ്പിനകത്ത് പോയിട്ട് അവരോട് ഇല്ല, നിന്റെ സാമ്പത്തിക സംവരണം സമ്മതിക്കില്ലെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മുഖത്ത് നോക്കി, ഏയ് പണ്ഡിറ്റ്ജി, ഇത് ചത്ത കുതിരയല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന്. എന്തെല്ലാം ഒരുത്തന്റെ ഒരു ലീഗുകാരന്റെ രോമങ്ങനെ ഇടുന്നു നിൽക്കുന്ന വികാരത്തിന്റെ മുഹൂർത്തങ്ങൾ തന്ന മാപ്പിള. അല്ലാഹു അക്ബർ എന്ന് ഉറക്ക വിളിച്ചു തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന എത്ര പ്രസംഗകന്മാർ, നേതാക്കന്മാർ, അണികൾ. നമ്മളോട് ആരോടെങ്കിലും പറഞ്ഞിരുന്ന നീ ഒരു വർഗീയവാദിയാണെന്ന്? എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം പറയാതിരുന്നുകൂടെ. കഴിഞ്ഞ ആഴ്ചയിൽ അൻവർ അദ്ദേഹത്തിന്റെ പ്രസംഗം നടത്തുക. ആ പ്രസംഗം നടത്തുമ്പോൾ എനിക്ക് തോന്നിയ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. അൻവർ CPMന്റെ ഇടതുപക്ഷത്തിന്റെ വോട്ട് വാങ്ങി ജയിച്ച ഒരു MLA ആണ് ഇപ്പോഴും. ഇത്രയും മെനഞ്ഞാന്ന് വരെ അവരുടെ സഹയാത്രികനാണ്. ആ അൻവർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വലിയ വേദനയുണ്ടാക്കി. അൻവർ പറയാൻ, ഞാൻ എൻ്റെ ഉമ്മയുടെ ഒരുപാട് മക്കൾ, അതിലൊരാൾ മുല കുടിച്ചു വളരാൻ എനിക്ക് അത്രത്തോളം ഉമ്മയുടെ മുല കുടിച്ചു വളരാൻ അത്രത്തോളം കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ ഉമ്മയുടെ സഹോദരിയെ പോലെയുള്ള ഒരു മുസ്ലിം സ്ത്രീയുടെ മുല കുടിച്ച വളർന്നത്. മുലകുടിയുടെ കണക്ക് പറയുകയാണ്. ഇതാ എൻ്റെ വീട്ടിലെ പണിക്കാർ, ഇതാ എൻ്റെ കൂടെയുള്ള ഖൻമാൻ, ഇതാ എൻ്റെ കൂടെയുള്ള ഡ്രൈവർ, പേരുകളൊക്കെ പറയുകയാണ്. ആ എന്നെയാണോ നിങ്ങൾ വർഗീയവാദിയാക്കുന്നത്? പ്രിയപ്പെട്ട അൻവർ, നിങ്ങളുടെ ബാപ്പ ഷൗക്കത്ത് അലിയില്ലേ? അദ്ദേഹം ഈ രാജ്യത്തിലെ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടിയൊക്കെ ആയിരിക്കാം. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ ഈ നാട്ടിൻ്റെ മുഖ്യധാരയിൽ നടന്ന ഒരു മനുഷ്യനല്ലേ? ആ ബാപ്പയുടെ ബാപ്പ എടുത്തു നോക്കിയിട്ടുണ്ടോ? ഈ രാജ്യത്തിന് വേണ്ടി പടവെട്ടിയിട്ടുണ്ടാവും. മലബാറിലെ ഏത് മാപ്പിളയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തോട് മുഖം തിരിച്ചു നിന്നത്? അങ്ങനെ ഒരു മകന് എന്നെ നിങ്ങൾ വർഗീയവാദിയാക്കുന്നു എന്ന് കണ്ടപിടരെ ചോദിക്കേണ്ടി വരിക. എടോ CPM-കാരെ, നീ രാജ്യത്തെ എവിടേക്കാ കൊണ്ടുപോയി എത്തിക്കുന്നത്? പക്ഷെ ഞാൻ അൻവറിനോട് പറഞ്ഞു, ഞാനൊരു ലീഗാണ്, ജനിച്ചത് മുതൽ ഇപ്പോഴും അങ്ങനെ മരിക്കണമെന്ന് വിചാരിക്കുന്ന മുസ്ലിം ലീഗുകാരൻ. എന്നോടെങ്ങാനും നീ ഒരു മതേതരവാദിയാണോ വർഗീയവാദിയാണോ എന്ന് എന്നെ ചോദിച്ചാൽ പൊതുയോഗത്തിലെ പ്രസംഗമൊന്നുമില്ല, ചെവിക്കുറ്റി നോക്കിയിട്ട് ഞാൻ അടിക്കും. ലോകത്തിലെ ഏത് കേസ് വന്നാലും. താനൊക്കെ ആരാടോ ഇവിടുത്തെ മനുഷ്യരുടെ രാജ്യസ്നേഹത്തിൻ്റെ കൂറളക്കാൻ? CH ചോദിച്ച മാതിരി നിന്റെ അടുത്ത് കുറ മീറ്റർ ഉണ്ടോ? അതിൻ്റെ വീട്ടിലിരുത്തിയാൽ മതി. എന്റെ പ്രിയപ്പെട്ട അൻവർ, നിങ്ങളുടെ വാപ്പയും വല്യാപ്പയും ഈ രാജ്യത്തിന് വേണ്ടി പടവെട്ടുമ്പോ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കരിദിനമായി ആചരിച്ച കള്ളന്മാരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകള്. അറിയാം നിങ്ങൾക്ക്? കൂടെ കിടന്നപ്പോൾ ചോദിച്ചില്ല, മനസ്സിലാക്കണമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത കാട്ടുകള്ളന്മാരാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകള്. ഓ, നമ്മളുടെ രാജ്യസ്നേഹങ്ങളൊക്കെ അവനെന്ത് അവകാശമോ? ഈ രാജ്യത്ത് RSSകാരന്റെ കൂടെ ഈ രാജ്യത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ, ഇവർ രണ്ടുപേരും ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തെ കരിദിനമായി ആദരിച്ചവരാണ്. 990 കേരളത്തിലെ CPM-ന്റെ ആഫീസിനകത്ത് ത്രിവർണ്ണ പതാക വെക്കാൻ അവർക്ക് ധൈര്യം ഉണ്ടായത്. അതിനു മുമ്പ് വെച്ചിട്ടുണ്ടോ? മലപ്പുറത്ത് ഏതെങ്കിലും ഒരു ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടില്ലടോ. 990-കളിലാണ് ഈ രാജ്യം സ്വതന്ത്രമായി എന്ന് നിനക്ക് ബോധം വന്നത്. ഈ ജാതി കള്ളന്മാര് ഞങ്ങളുടെ രാജ്യസ്നേഹം അളക്കാൻ അല്ലേ? അതിനൊന്നും ആയിട്ടില്ലടോ സഖാബേ. നിങ്ങളൊന്നും തോന്നുക, നിങ്ങളുടെ കൂടെ നിന്നിട്ട് അവസാനം ഒരു മനുഷ്യനെ നിങ്ങൾ എത്തിച്ചിരിക്കുന്നത് അയാളുടെ മതേതരത്തെ തെളിയിക്കാൻ പൊതുവേദിയിൽ നിൽക്കേണ്ടി വരും. ഇതിനേക്കാൾ സങ്കടകരമായ മറ്റൊന്നുണ്ട്. സ്നേഹമുള്ളവരെ, രാഷ്ട്രീയത്തെ അതൊരു ജീവവായു പോലെ മാറി നിൽക്കുകയല്ല വേണ്ടത്, ചേർന്ന് നിൽക്കുകയാണ്. രാഷ്ട്രീയത്തെ കരുത്താർജിപ്പിക്കുകയാണ്. അതിന് ബദലുകളില്ല, മറ്റൊന്നുമില്ല. ഈ സംഘിയായാലും കുങ്കിയായാലും പൊട്ടന്മാരാണ്. 10 കൊല്ലം ഈ മോദി ഭരിച്ചിട്ട് നാടെവിടെ എത്തിയത്? എന്താ ഡോളറിന്റെ ഒക്കെ വില? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ പൊട്ടൻ RSSകാരാണ് ഈ രാജ്യം നിയന്ത്രിക്കുന്നത്. അതിന്റെ ഫലാണ് മിനിമം ഞാൻ ചോദിക്കണത്. ആ 925 കാക്കി ട്രൗസർ മാറ്റിയിട്ട് ഒരു പാൻ്റ് ആക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത പുളുവന്മാരാണ് ഈ RSS എന്നൊക്കെ പറയുന്നത്. ഗാന്ധിജിയുടെ ഈ ഇന്ത്യ അതിൻ്റെ മനോഹരവും സമ്മോഹനവുമായ രാഷ്ട്രീയത്തെ
ജീവവായു പോലെ മുറുകെ പിടിക്കുക. അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് പറയാം, അതിന് ഈ രാജ്യമുണ്ടാവണം. ഞങ്ങൾ കോൺഗ്രസിന്റെ കൂടെ ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. എന്തിനാ കമ്മ്യൂണിസ്റ്റുകാർ അറിയത്? എന്തിനാ അത്? നാളെ കോൺഗ്രസിന് ചീത്ത പറയാനുള്ള ഒരു അവകാശം കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. ഞങ്ങൾ ജവഹർലാൽ നെഹ്റുവിന് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് ആര്യാട് ഞങ്ങൾ തമ്മിൽ എന്തെല്ലാം കച്ചറകൾ, ഇനി എന്തെല്ലാം കച്ചറകൾ ഉണ്ടാവാനിരിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ അറിയോ? ഈ രാജ്യത്ത് പരസ്പരം തർക്കിക്കാനും വിയോജിക്കാനും സ്വാതന്ത്ര്യമുള്ള നാടാണ്. ഞാൻ എൻ്റെ ബോധ്യം പറയും, നിങ്ങൾ നിങ്ങളുടെ ബോധ്യം പറയും. അല്ലാതെ രാജാവ് എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്കും മുണ്ടിൽ മൂത്രം ഒഴിച്ചു പോകുന്ന സഖാബിനെ പോലെ ജീവിക്കാൻ ഇവിടെ ആളെ കിട്ടൂല. മനസ്സിലായോ നിങ്ങൾക്ക്? ആളെ കിട്ടൂല. അതുകൊണ്ട് സഖാക്കളെ, അടിമ ജീവിതം അവസാനിപ്പിക്കുക. വേറെ ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞു, അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും വൈകിയാണെങ്കിലും അവന് പറഞ്ഞല്ലോ സന്തോഷം. ചിലരുടെ ഇഷ്ടം അടിമയെ പോലെ ആടുജീവിതം നയിക്കാനാണ്. അവരങ്ങനെ തന്നെ തീരും, അതങ്ങനെ തന്നെ തീരും. ഒരു വസ്തുവിനും കൊള്ളാതെ പത്രക്കാരനെ വിളിച്ചിട്ട് പറയാൻ ഒരു ട്രിക്കായിരുന്നു. ഈ ജാതി പൂളവരെ ലോകത്ത് വേറെ കണ്ടിട്ടില്ല. ട്രിക്ക് ആരെ പറ്റിക്കാനാണോ? നമ്മളൊക്കെ എന്തെങ്കിലും നല്ലത് പറഞ്ഞു വെച്ചിട്ട് ആൾക്കാർ കാത്തിരിക്കണത്. അല്ലാതെ ആർക്കെന്ത് വില? ഷാജിക്ക് എന്ത് വില? ബഷീർ സാഹിബിന് എന്ത് വില? സഫറുവിന് എന്ത് വില? ആർക്കെന്ത് വില? ഇതൊക്കെ ഒരു പരസ്പരം ബഹുമാനിക്കുന്നതൊക്കെ ആ പാലിക്കുന്ന മര്യാദൻ്റെ ഭാഗമായിട്ടാണ്. അല്ലാതെ വണ്ണവും തടിയും കോലൊന്നും കണ്ടിട്ടൊന്നുമല്ല, നിലപാടുകളുടെയൊക്കെ പേരിലാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയത സക്രിയമാക്കുക. വിയോജിക്കാനുള്ള കരുത്ത് മനസ്സിനകത്ത് എപ്പോഴും ശക്തമായി, ഈ താങ്ങിക്കൊടുക്കാനുള്ള മനസ്സ് എപ്പോൾ ഉണ്ടാവുമല്ലോ, അതിന് പ്രത്യേകം വേണ്ടല്ല. വിയോജിച്ചു നിൽക്കാൻ കഴിയുന്ന റബലുകളായി തന്നെ ഈ രാഷ്ട്രീയത്തെ സക്രിയമാക്കി കൊണ്ടുപോകണം. സംഘികൾക്കും കമ്മ്യൂണിസ്റ്റുകൾക്കും അവരുടെ എരപ്പത്തരത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല ഈ നാടെന്ന് പിന്നെയും പ്രഖ്യാപിക്കാൻ ഈ സമ്മേളനത്തിന് സാധിക്കുമാറാവട്ടെ. അഭിവാദ്യം.